ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് എ ഐ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഇറ ഓഫ് എ ഐ എന്നാണ്. അപ്പൊ അത് കുറച്ചും കൂടി ഒരു താത്വികമായ ഒരു അവലോകനമാണെന്ന് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശങ്കരാടിയുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇന്ന് നമ്മൾ കുറച്ചും കൂടി അടവ് നയത്തിലോട്ട് കയറുകയാണ്. അടവ് നയം എന്ന് പറഞ്ഞാൽ ടാക്ടിക്സ്. അപ്പോ ഈ 90കളുടെ മലയാള സിനിമകളിലൊക്കെ ഇങ്ങനെ അടവ് നയം, ഈ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സിനിമകളിലൊക്കെ ഈ പദം വളരെ ഇതാണ്. ഇപ്പൊ സ്ട്രാറ്റജീനെ തന്ത്രം എന്നും പറയുന്നവരുണ്ട്. അത് നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പൊ എ ഐ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാല് വി ആർ സപ്പോസ് ടു ബി എ ഐ കൺസ്യൂമേഴ്സ്. എ ഐ കൺസ്യൂമേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ എ ഐ പ്രൊവൈഡേഴ്സ് വേണം. അപ്പൊ ഈ പ്രൊവൈഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിരിക്കാം, സിസ്റ്റം ഇന്റഗ്രേറ്റേഴ്സ് ആയിരിക്കാം, ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അവർക്ക് ഈ എ ഐനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. ലാസ്റ്റ് മൈൽ ഒരു വെബ് ലെയറും ഉണ്ടാവും, അവർക്കൊരു ഓർക്കസ്ട്രേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. മിഡിൽ വെയർന്നോ അല്ലെങ്കിൽ പറയാം അവരുടെ കേസിൽ അവര് എ ഐ മോഡൽസ്, അതായത് ഇപ്പോൾ ക്ലൗഡ് ഹോസ്റ്റഡ് ആയിട്ടുള്ള ഓപ്പൺ എയുടെ മോഡൽസോ അല്ലെങ്കിൽ ക്ലോഡോ അങ്ങനെ ഏതെങ്കിലും ഈ എന്താ പറയാ ഇത് വിളിച്ച് ചെയ്യുന്നതാണ് ഒരു സിംപ്ലിഫൈഡ് സ്റ്റാക്ക്. അതായത് കൺസ്യൂമർ ലാസ്റ്റ് മൈൽ ഡെലിവറി ചെയ്യുന്ന ആപ്ലിക്കേഷൻ, അവരുടെ ഒരു ഓർക്കസ്ട്രേഷൻ ലെയർ, അതൊരു പ്രൊവൈഡർ എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ പുറകിൽ എ ഐ ജയൻസ് ഇരിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ മോഡൽസ് പല ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഡിപ്ലോയ് ചെയ്ത് തരുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്റർപ്രൈസിന്റെ ഉള്ളിലോ ഇനിയിപ്പോ ക്ലൗഡ് പ്രൊവൈഡറിന്റെ അവിടെ ഈ ഒരു മോഡല് ചുറ്റിപ്പറ്റി അതിനെ ചുറ്റിപ്പറ്റി ഒരു അൾട്ടിമേറ്റ്ലി ലാർജ് ലാംഗ്വേജ് മോഡലിന്റെ ഫൗണ്ടേഷൻ മോഡല് ഇസ് നത്തിങ് ബട്ട് ഒരു ബൈനറി ഫയല. അപ്പൊ യു നീഡ് ടു ആക്ച്വലി റൈറ്റ് ലോട്ട് ഓഫ് തിങ്സ് അറൌണ്ട് ഇറ്റ് ടു മേക്ക് ഇറ്റ് പ്രൊഡക്ഷൻ റെഡി സോ ദാറ്റ് പീപ്പിൾ ക്യാൻ റൈറ്റ് അപ്ലിക്കേഷൻസ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അപ്പൊ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് റീട്രെയിൻഡ് ആയിട്ട് ഓപ്പൺ എ ഐ, ഗൂഗിള് അങ്ങനത്തെ ക്ലൗഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളുടെ അവിടുത്തെ മോഡല് എടുത്ത് ഡൊമൈൻ സ്പെസിഫിക്കോ ടാസ്ക് സ്പെസിഫിക്കോ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ഉള്ള ആ ആക്ടിവിറ്റീനാണ് ഇവിടെ എ ഐ എഞ്ചിനീയറിംഗ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഈ എ ഐ മോഡൽ ബിൽഡിംഗ് ഉണ്ട്, അതൊരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് അത് ഈ ബിഗ്, അതായത് വളരെ വലിയ ഫണ്ടിങ് ഉള്ള ആൾക്കാർക്ക്, അതായത് they need to collect a lot of text and that has to be thrown to a network. ഒരു എൻകോഡർ ഡീകോഡർ നെറ്റ്വർക്കിൽ കൊടുത്തിട്ട് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറുള്ള കൊടുത്തിട്ടാണ് ബേസ് ലാംഗ്വേജ് മോഡൽസ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിന്റെ മുകളിൽ ഫൈൻ ട്യൂണിങ് ചെയ്തിട്ട് വേണം പിന്നെ ഫൈൻ ട്യൂണിങ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനാണ് എ ഐ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ മോഡൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓർക്കസ്ട്രേഷൻ ലെയറും കൂടി അതിന്റെ മുമ്പിൽ വരും. അത് കഴിഞ്ഞിട്ടാണ് ഈ അത് ഉപയോഗിച്ചിട്ടുള്ള അപ്ലിക്കേഷൻ എഴുതുന്നത്. അതാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അത് അപ്ലിക്കേഷൻ ലെയർ തന്നെ ഡെലിവറി ചെയ്യണമെന്നില്ല, അതിൻ്റെ ഇടയിൽ ഒരു വെബ് ഇന്റർഫേസ് ലെയർ ഉണ്ടാവും, മൊബൈൽ ബാക്ക് ആൻഡ് ആസ് എ സർവീസ് ഉണ്ടാവും. അപ്പൊ ഒരു ടിപ്പിക്കൽ എന്റർപ്രൈസ് സ്റ്റാക്ക്. അപ്പൊ നോക്കി കഴിയുമ്പോൾ എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടൊക്കെ ഒരു പോർട്ടൽ എഴുതുന്നതോ ഇനി അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ ഡാറ്റാബേസസിനൊക്കെ ഇന്റർഫേസ് ഒക്കെ കൊടുക്കുന്ന മാരിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ എഴുതുന്ന മാതിരി തന്നെ എ ഐ എഞ്ചിനീയറിംഗും ഒരു പരിധി വരെ ആവുന്നുള്ളൂ. പക്ഷെ ഇവിടെ മെഷീൻ ലേണിംഗിനെ കുറിച്ച് എ ഐനെ കുറിച്ച് ഒരു എന്താ പറയാ ഒരു മിനിമം എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഇവിടെ, നോളജ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ LLM എന്ന് പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡൽ. ശരിക്കും പറഞ്ഞാൽ 2017 ഗൂഗിൾ പബ്ലിഷ് ചെയ്തൊരു പേപ്പർ ഉണ്ട്, ഒരു വാസ്വാനി, അതായത് ഒരു ഇന്ത്യക്കാരനൊക്കെയാണ് അതിന്റെ മെയിൻ ഓതർ. അവർ പബ്ലിഷ് ചെയ്ത ഇതിന്റെ പേരാണ് അറ്റൻഷൻ ഈസ് ഓൾ യു നീഡ്. അപ്പോൾ ഈ എന്നിട്ട് ആ നെറ്റ്വർക്കിനെയാണ് അവർ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് എന്ന് വിളിച്ചത്. അപ്പോൾ ആ നെറ്റ്വർക്കിന് അതിന് മുമ്പ് വരെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് LSTM, അതായത് ലോങ് ഷോർട്ട് ടേം മെമ്മറി ആർക്കിടെക്ചർ ആണ്. അതൊരു സീക്വൻഷ്യൽ ആർക്കിടെക്ചർ ആണ്, അതിന് പാരലലിസം കുറവാണ്. ഇനി അത് മാത്രമല്ല, ബാക്ക് പ്രൊപ്പഗേഷൻ ത്രൂ ടൈം എന്ന് പറഞ്ഞ ഒരു അൽഗോറിതമാണ് അവർ ഉപയോഗിച്ചത്. പിന്നെ മീനിങ് ഓഫ് എ വേർഡ് ഡിപ്പെൻഡഡ് അപ്പോൺ വെയർ എന്താ പറയാ
ദ വേർഡ് അപ്പിയർഡ് ഇൻ ദ സെന്റൻസ് ആയിരുന്നു. അല്ലാതെ എന്ന സ്ഥാനത്ത് LLMs എങ്ങനെയാന്ന് വെച്ചാൽ മീനിങ് ഓഫ് ദി വേർഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മീനിങ് ഓഫ് ദി വേർഡ്സ് അറൌണ്ട് ഇറ്റ്. അതായത് ഒരുതരം സ്ട്രക്ചറൽ തിങ്കിങ് ഈ നെറ്റ്വർക്കിങ്ങിനുണ്ട്. മറ്റേത് ഇപ്പൊ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷീൻ ലേണിംഗിന്റെ കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു എക്സ്റ്റെൻഡഡ് ഫോം ആണെന്നേ നമുക്ക് പറയാൻ പറ്റില്ല. അത് മൾട്ടി മോഡൽ ഒന്നും ആയിരുന്നില്ല. യു നീഡ് ടു സി മോറലെസ് ദ തിങ്സ് സെയിം ആണ്. ഒരു സീക്വൻഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു. ഇതാണെങ്കിൽ എന്ന് വെച്ചാൽ സ്റ്റാക്ക് ഓഫ് നെറ്റ്വർക്ക്സ് ആയിട്ട് ഇതിനെ കണ്ടാൽ ബാക്ക് പ്രൊപ്പഗേഷൻ ത്രൂ ടൈമിന് പകരം അറ്റൻഷൻ എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ രണ്ടു തരം നെറ്റ്വർക്ക്സ് ആണ്. ഓട്ടോ റിഗ്രസീവ് ലാംഗ്വേജ് മോഡൽസ് ഉണ്ട്. അതിന് മുമ്പ് ലാംഗ്വേജ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബിലിറ്റി അതൊക്കെ വെച്ചിട്ട് നമുക്ക്, അതായത് വിൽ ബി ഏബിൾ ടു ഈ വേർഡ്സിന്റെ ഫ്രീക്വൻസി ഒക്കെ വെച്ചിട്ടൊരു വിൽ ബി ഏബിൾ ടു മേക്ക് എ എഡ്യൂക്കേറ്റഡ് ഗസ് അബൌട്ട് സ്ട്രക്ചർ ഓഫ് ദി ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് മോഡൽ. അത് ലാർജ് എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് കൊടുത്തിട്ട് എൻകോഡർ ഡിക്കോഡർ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ വെച്ചിട്ട് അൺസൂപ്പർവൈസ്ഡ് നെറ്റ്വർക്ക് ആണ്, അത് വെച്ചിട്ട് ആണ് ഈ മോഡൽസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ആദ്യം ഒരു ടെക്സ്റ്റ് കൊടുക്കും, അത് എന്താ പറയാ ഈ മോഡലിൽ ഫീഡ് ചെയ്യും, അതിന്റെ പ്രഡിക്ഷൻ കിട്ടും, അത് ഇതിന്റെ എറർ ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഈ നെറ്റ്വർക്കിലോട്ട് ചെയ്യുന്നത്. അതിനാണ് ഓട്ടോ റിഗ്രസീവ് എല്ലാം എന്നുണ്ട്. പിന്നെ മാസ്ക്ഡ് എല്ലാം ഉണ്ട്. അതായത് ഒരു ലോങ് സെന്റൻസിന്റെ ഉള്ളിൽ ചില സെന്റൻസ് ബ്ലാങ്ക് ഔട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വേർഡ് ഏതാന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യുക. അതാണ് LLM-നെ കുറിച്ച് പൊതുവെ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വേർഡ് പ്രഡിക്ഷൻ ആണ് ആദ്യത്തത്. അതായത് ഇന്റർപൊളേഷൻ, സ്ട്രിംഗ് വേർഡ് ഇന്റർപൊളേഷൻ ആണ് മാസ്റ്റർ LLM-ത്തിന്റെ ഇത്. ഇനിയിപ്പോ ഇപ്പോഴത്തെ LLMs ഒക്കെ മൾട്ടി മോഡലാണ്. ഇപ്പൊ ടെക്സ്റ്റ് മാത്രമല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോക്കൺസ് ഇപ്പോ ഇമേജസ് ആയിരിക്കും, പക്ഷെ ഇമേജിനെ നമുക്ക് ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് ടോക്കൺ ആക്കി മാറ്റാം. അപ്പൊ അത് കെനിയയിലൊക്കെ ലാർജ് നമ്പർ ഓഫ് ആൾക്കാരെ വിജയിക്കുന്നുണ്ട്. പിന്നെ ഈ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക്, ഡിഫ്യൂഷൻ നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞ് വേറൊരു ഇമേജ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷേ ഈ അത് വീഡിയോ ട്രാൻസ്ഫോമർ, ഇമേജ് മറ്റേ സ്റ്റാക്ക് ചെയ്യുമ്പോഴാണല്ലോ വീഡിയോസ് ഉണ്ടാവുന്നത്. NTSC അത് 30 frames per second. ഇവിടെ അതല്ല ഉപയോഗിക്കുന്നത്, ഇവിടെ ലേബിൾഡ് ടെക്സ്റ്റ് ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ മൾട്ടി മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മൊഡാലിറ്റീസ് സപ്പോർട്ട് ചെയ്യുന്നു, ഇമേജും ടെക്സ്റ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് വീഡിയോ ഇസ് എ കോൺസിക്വൻസ് ആൻഡ് ദെൻ യു ക്യാൻ ആക്ച്വലി ഈവൻ ഹാവ് ഓഡിയോ. ഓക്കെ, അപ്പോ ഇപ്പോഴത്തെ നെറ്റ്വർക്ക്സ് മൾട്ടി മോഡലാണ്. അപ്പൊ ഈ ഫൗണ്ടേഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റിലുള്ള എല്ലാ ബുക്കും പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വിക്കിപീഡിയ എല്ലാം കൂടി എടുത്തിട്ട് ഒരു അൺസൂപ്പർവൈസ്ഡ് നെറ്റ്വർക്കിന് അല്ലെങ്കിൽ ഒരു സെൽഫ് സൂപ്പർവൈസ്ഡ് നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ബേസ് ലാംഗ്വേജ് മോഡൽ ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചില മോഡല് മറ്റേ ക്വസ്റ്റ്യൻ ആൻസറിങ്ങിന്, ഇപ്പൊ ChatGPT ഒക്കെ Q&Aക്ക് വേണ്ടിയാണ്, ചിലത് ടെക്സ്റ്റ് ട്രാൻസ്ലേഷന് വേണ്ടിയായിരിക്കും, ചിലത് മിസ്സിംഗ് ടെക്സ്റ്റ് കണ്ടുപിടിക്കാനായിരിക്കും, അങ്ങനെ സെന്റിമെന്റ് അനാലിസിസ്. അങ്ങനെ നിങ്ങൾക്ക് വൺസ് ആ സെൽഫ് ട്രെയിൻഡ് നെറ്റ്വർക്ക് കൈ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലേബൽഡ് ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിനെ ട്വീക്ക് ചെയ്യാം. അങ്ങനെ ട്വീക്ക് ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്ലൗഡാണ് ഈ കാണുന്നത്. ഇതിനിപ്പോ നമ്മൾ LLM എന്താന്ന് പറഞ്ഞു, അത് തന്നെ 2 വേരിയേഷൻ ഉണ്ട്. ട്രാൻസ്ഫോമർ നെറ്റ്വർക്കിനെ ബേസ് ചെയ്യുന്നത് അത് തന്നെ 2 വേരിയേഷൻ ഉണ്ട്. മറ്റേ ഈ ഓട്ടോ റിഗ്രസീവ് ML ഉണ്ട്, മറ്റേ മോഡൽസും ഉണ്ട്. അതേമാതിരി തന്നെ ഈ എന്താ പറയാ മിസ്സിംഗ് ടെക്സ്റ്റ് മാസ്ക്ഡ് LLMs ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ. അതായത് ഇപ്പൊ ഇവിടെ ഒരു RLHF ഒരു ഇതിലായിട്ടേക്കണേ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇമേജസ് എല്ലാം AI എഞ്ചിനീയറിംഗ് എന്നുള്ള ബുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വി ഹാവ് ലിബറലി യൂസ്ഡ് ഇറ്റ്. അപ്പോൾ കോപ്പിറൈറ്റ് സാധാരണ ഒറേലിയുടെ ബുക്സിൽ ഈ ഡയഗ്രാംസ് നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് സ്ലൈഡിൽ കൊടുക്കാം. അപ്പൊ ആ ലിബർട്ടി എടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ ലോ ക്വാളിറ്റി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബിൾഡ് അല്ലാത്ത, ഇപ്പോ ടെക്സ്റ്റും ഈ ഇമേജസും എല്ലാ സാധനവും കൂടി കൊണ്ടുവന്നിട്ട് എന്താ പറയാ ഒരു ഈ ഒപ്റ്റിമൈസ് ഫോർ കംപ്ലീഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ, അതായത് എൻകോംപാസ് ചെയ്യാനാണ്. അതായത് പരമാവധി ഡാറ്റ ടൈപ്സ് അല്ലെങ്കിൽ ഡാറ്റ ടെക്സ്റ്റ് ഇതിലോട്ട് കൊണ്ടുവരാനാണ് അവർ ഇതേക്കുന്നത്. അത് ഇൻജസ്റ്റ് ചെയ്തിട്ട് എൻകോഡർ ഡീകോഡർ നെറ്റ്വർക്ക് വെച്ചിട്ട് ഒരു സെൽഫ് സൂപ്പർവൈസ്ഡ് മോഡൽ, അതായത് പ്രീ ട്രെയിൻഡ് മോഡൽ എന്ന് വിളിക്കുന്നത് അതിനെയാണ്. ഈ പ്രീ ട്രെയിൻഡ് മോഡലിനെ
ഹൈ ക്വാളിറ്റി ലേബിൾഡ് ഡാറ്റ വെച്ചിട്ട് ഫൈൻ ട്യൂൺ ചെയ്യും. ഈ ഡയലോഗിന് വേണ്ടി. അത് ഇപ്പോ ഡയലോഗിന് തന്നെ വേണമെന്നില്ല, ഈ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിങ് അല്ല, ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ ട്രാൻസ്ലേഷന്, ഇത് ഈ ട്രാൻസ്ലേഷന് വേണ്ടി ഉപയോഗിക്കാം. ഇപ്പൊ ഈ മറ്റേ GPT ഒക്കെ പോപ്പുലർ ആവുന്നതിനൊക്കെ മുമ്പ് ബർട്ട് എന്നൊക്കെ പറഞ്ഞ ഗൂഗിളിന്റെ ഒരു മോഡൽ ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ അത് വേണമെങ്കിൽ നമുക്ക് ലാബർട്ട്, അങ്ങനെ നമുക്ക് അതിന്റെ മുകളിൽ ടാസ്ക് സ്പെസിഫിക് ട്രെയിനിങ് ചെയ്യായിരുന്നു. അപ്പൊ സൂപ്പർവൈസ് ഫൈൻ ട്യൂണിങ് കഴിഞ്ഞതിന് ശേഷം SFT എന്നുള്ള സൂപ്പർവൈസ് ഫൈൻ ട്യൂൺഡ് മോഡൽ എന്നാണ്. അതിനെ പിന്നെയാണ് ഹ്യൂമൻ റീഇൻഫോഴ്സ് ലേണിംഗ് ത്രൂ ഹ്യൂമൻ ഫീഡ്ബാക്ക്. ഇപ്പൊ RLAF വന്നിട്ടുണ്ട്, റീഇൻഫോഴ്സ് ലേണിംഗ് ത്രൂ അത് ആ ഹ്യൂമൻ ഫീഡ്ബാക്ക് തന്നെ ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്, RLAF ഞങ്ങളുടെ അവർ വിളിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ മറ്റേ ഈ നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഫിഡിലിറ്റിക്ക് അനുസരിച്ച് സ്കോർ അറ്റാച്ച് ചെയ്യും. ചിലപ്പോ പോസിറ്റീവ് ബെറ്റർ ട്രാൻസ്ലേഷൻ കിട്ടുകയാണെങ്കിൽ ഓക്കെ 1 അല്ലെങ്കിൽ ബെറ്റർ പ്രഡിക്ഷൻ കിട്ടുകയാണെങ്കിൽ 1 അല്ലെങ്കിൽ 0 ഇത് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു വെയിറ്റ് അസൈൻ ചെയ്തിട്ട് ഒരു എന്താ പറയാ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് മൊഡ്യൂളിലോട്ട് അത് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ മോഡൽ കിട്ടും. അപ്പൊ ഈ RLHF എന്ന് പറഞ്ഞ സാധനം ഈ ലാർജ് ലാംഗ്വേജ് മോഡലിനെ പ്രീ ട്രെയിൻ ചെയ്തിട്ട് അതിനെ ഫൈൻ ട്യൂൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള, ഇപ്പൊ കമ്പനിയുടെ, ഇപ്പൊ നിങ്ങളൊരു പ്രൈവറ്റ് ഇൻഫ്രാസ്ട്രക്ചറിലാണ് സാധനം ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പൊ കമ്പനിയുടെ ഡെയിലി സെയിൽസ് ഡാറ്റയൊക്കെ ചിലപ്പോൾ നിങ്ങൾ അതിലോട്ടൊക്കെ ഇത് ചെയ്തിട്ട് യു വിൽ ബി ഏബിൾ ടു ഡു ഇന്റലിജന്റ് ക്വയറി ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അതാണ് ഈ ഇതൊരു AI എഞ്ചിനീയറിംഗിന്റെ ഒരു കിടലൻ ആപ്ലിക്കേഷൻ ആണ്. അതിൽ ലെഫ്റ്റ് മോസ്റ്റ് കാര്യങ്ങൾ നീഡ് നോട്ട് ബി ദ പാർട്ട് ഓഫ് ഈ, ചിലപ്പോ ഓപ്പൺ AI ആദ്യത്തെ 2 ഇപ്പൊ 4 ലെയർ ആയിട്ട് ഇതിനെ കാണുകയാണെങ്കിൽ ആദ്യത്തെ 2 ഓപ്പൺ AI ചെയ്യും, മറ്റത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്തായാലും പറഞ്ഞു കഴിഞ്ഞു. ഈ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് നമുക്ക് 2 ആയിട്ട് ചെയ്യാം. അതായത് ഡെലിവറി സൈഡ്, അതായത് വെബ് സൈഡും ആപ്ലിക്കേഷൻ സൈഡും ഉണ്ട്. പിന്നെ ഈ മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സാധനം, ഈ ഫൈൻ ട്യൂണിങ്ങും വേണമെങ്കിൽ മോഡൽ ഡെവലപ്മെന്റ് ആക്കാം. ഇപ്പൊ ഈ പിക്ചറിൽ മറ്റേ നമ്മള് ഓപ്പൺ AI, ഗൂഗിള്, മറ്റേ നമ്മുടെ ക്ലോഡൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയെ നമ്മൾ ഒഴിവാക്കിയേക്കാണ്. എല്ലാ കമ്പനിയിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ വേണം. അത് നല്ലൊരു സോളിഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നില്ല അവിടെ ഇത് ചെയ്യുന്നുള്ളത്. പിന്നെ ഈ എന്താ പറയാ, ഈ ട്രെയിനിങ്ങും മറ്റേതൊക്കെ ചെയ്യാൻ വേണ്ടി മോഡൽ ഡെവലപ്മെന്റ് എന്നല്ല, മോഡൽ കാലിബ്രേഷൻ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ മോഡൽ, കാലിബ്രേറ്റഡ് മോഡൽ ഡിപ്ലോയ് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ ഒരു ഓർക്കസ്ട്രേഷൻ ലെയർ കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് വരാറ്. ഇതാണ് ജനറലി അറിയേണ്ടത്. അപ്പോൾ ഈ എന്റർപ്രൈസ് ഡെവലപ്മെന്റിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഇൻസ്റ്റാഫ് ഡാറ്റാബേസ് നമുക്കൊരു മോഡൽ ആൻഡ് ഇറ്റ്സ് API ഉണ്ടെന്നാണ് വിചാരിച്ചാൽ മതി. അപ്പൊ ഇത് ഓക്കെ, ഒരു ആർക്കിടെക്ചറൽ അപ്രോച്ചിലാണ് ഇപ്പൊ ഇത് കണ്ടേക്കുന്നത്. ഒരു ബേർഡ്സ് ഐ വ്യൂ തരാന്നുള്ളതാണ് ഉദ്ദേശം. യൂസർ ക്വയറി ചെയ്യുന്നു, മോഡൽ APIക്ക് വിളിക്കുമ്പോൾ അത് ജനറേറ്റ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ഇതാണ് ChatGPTയോ ക്ലോഡോ ഇനിയിപ്പോ ഗ്രോക്കോ ഉപയോഗിക്കുന്ന ഒരാളുടെ മെന്റൽ മോഡൽ. ഓക്കെ, ഇതിപ്പോ അധികം ഇത് ചെയ്യാനില്ല. അപ്പൊ നമുക്ക് എന്താണ് RAG എന്ന് നോക്കുക. റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ എന്നൊക്കെ അതിന്റെ ഫുൾ ഫോം. എപ്പോഴും എനിക്ക് ഈ RAG എന്ന് ഉപയോഗിച്ചിട്ട് ചിലപ്പോ റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ എന്നാണ്. ഓക്കെ, അതായത് ഇപ്പോ ഈ എന്താ പറയാ, നമ്മുടെ LLMസിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ ട്രഡീഷണൽ പേജ് റാങ്ക് ബേസ്ഡോ ഇനി അല്ലെങ്കിൽ മൾട്ടി സ്ട്രാറ്റജി എന്താ പറയാ സെമാൻറ്റിക് മോഡൽസ് വെച്ചിട്ട് നമ്മൾ ഗൂഗിളിന്റെ ഒക്കെ പണ്ട് ക്വയർ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ, നിങ്ങൾ കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ ക്വയർ ചെയ്യാൻ നോക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ റിസൾട്ട് ഡീഗ്രേഡ് ചെയ്യും. ചിലപ്പോൾ ഒരു എക്സ്ട്രാ വേർഡ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങൾക്ക് ക്വയറിയിൽ നല്ല റിസൾട്ട് കിട്ടില്ല. പക്ഷെ ഇവർക്ക് ഒരു ഈ LLMസിന് ഒരു ഗുണമുണ്ട്, മോർ സ്പെസിഫിക് യു ആർ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ കോണ്ടെക്സ്റ്റ് ഇൻഫർമേഷൻ നമ്മൾ ഈ ജനറേറ്റീവ് മോഡലിന് കൊടുത്തു കഴിഞ്ഞാൽ, പാസ്റ്റ് സെഷൻസ്, ഇനി ചിലപ്പോൾ ഡോക്യുമെന്റിലെ കണ്ടന്റ്സ് അങ്ങനെ കൊടുത്തു കഴിയുകയാണെങ്കിൽ ഈ ഇവരുടെ റിട്രീവല് മോർ സ്പെസിഫിക്കും നിങ്ങൾക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു എന്താ പറയാ
മോഡൽ ട്വീക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് അതിന്റെ ഒരു ഉദ്ദേശം. RLHF നിങ്ങൾ മോഡലിന്റെ വെയിറ്റ് ട്വീക്ക് ചെയ്യണം. എന്തായാലും ടോപ്പോളജി ആരും ട്വീക്ക് ചെയ്യുന്നില്ല. അതായത് നെറ്റ്വർക്കിന്റെ ലേയേഴ്സും മറ്റേ അതിന്റെ എന്താ പറയാ കോർ വൊക്കാബുലറി ഒന്നും ആരും മറ്റേ ബേസ് മോഡലിന്റെ ആരും ഇത് ചെയ്യുന്നില്ല. നമ്മൾ അതിൻ്റെ ഉള്ളോട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. RLHF ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ് ട്വീക്ക് ചെയ്യുന്നുണ്ട്. എന്ന സ്ഥാനത്ത് ലാങ് ചെയിൻ ചെയ്യുമ്പോഴോ ഇപ്പൊ റാഗ് ചെയ്യുമ്പോൾ റാഗ് ക്വയറി സ്പെസിഫിക് ആണെന്നുള്ളതാണ്. നെറ്റ്വർക്കിന്റെ വെയിറ്റ്സിന് ഒരു ചേഞ്ച് ഇല്ല. റാഗിനും മറ്റേ ഇതിനും ലാങ് ചെയിനും ഇല്ലെങ്കിൽ മറ്റേ എന്താണ് ചെയിൻ ഓഫ് തോട്ടോ അങ്ങനെ ഒരു സാധനമുണ്ട്. അതായത് ഇപ്പൊ നമുക്കൊരു വലിയൊരു ഒരു കോമ്പൗണ്ട് സാധനം ഓക്കെ പ്രൂവ് പൈതഗോറസ് തിയറം ആൻഡ് യൂസ് ടു കമ്പ്യൂട്ട് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് മച്ച് ബെറ്റർ റിസൾട്ട് എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. ഇനിയിപ്പോ ഈ റാഗ് ഇപ്പൊ നമ്മൾ കോണ്ടെക്സ്റ്റ് ഇൻഫർമേഷൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നു, നമുക്ക് കുറച്ചും കൂടി ഇത് കിട്ടും. അതിന് പകരം നമുക്ക് കുറച്ചുകൂടി എന്താ പറയാ സെർച്ച് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി പല APIസിൽ നമുക്ക് എംബഡിങ്സ് കൊടുക്കാം. എംബഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിന്റെ ഈക്വലന്റ് ന്യൂമറിക് ഫോം ഓക്കെ ആസ് പെർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ യു ആർ ഡൂയിങ് നെറ്റ്വർക്ക് ലെവൽ സ്ട്രേറ്റ് സെർച്ച് ഓക്കെ. അപ്പൊ നെറ്റ്വർക്കിന്റെ വെയിറ്റ്സ് വഴി നിങ്ങൾക്ക് ട്രാവേഴ്സ് ചെയ്യാനും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്രീഡിഫൈൻ ടെക്സ്റ്റിനെ എംബഡിങ്സ് ആക്കി വെക്ടർ ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യണം ഓക്കെ. അപ്പൊ അങ്ങനെ ഈ ജനറേറ്റ് ചെയ്യുന്നതിനാണ് റാഗ് വിത്ത് എംബഡിങ് എന്ന് പറയുന്നത് ഓക്കെ. അതിൽ ഇൻഡെക്സിങ് സ്ട്രാറ്റജീസ് ഉണ്ട്, അതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പൊ റാഗ് എന്താന്നുള്ളത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ. നിങ്ങൾ മോർ ആൻഡ് മോർ കോണ്ടെക്സ്റ്റുവൽ ഡാറ്റ ഫീഡ് ചെയ്യുന്നതോറും സെർച്ച് ഇറ്റ് വിൽ സീറോ ഇൻ ഓൺ ടു ദ ടാർഗറ്റ് റിയലി വെൽ. അപ്പൊ അത് ചെയ്യുമ്പോൾ അത് ആ പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി റാഗ് ഓർഡിനറി റാഗ് ഉണ്ട് വേർ യു അപ്ലോഡ് എ ഡോക്യുമെന്റ് ഇപ്പൊ ChatGPT ഒക്കെ ഉള്ള മാതിരി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എംബഡിങ്സ് ലോക്കൽ ഡാറ്റാബേസിൽ നിന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹി വിൽ ബി ഏബിൾ ടു ഡു റിട്രീവൽ മച്ച് ഫാസ്റ്റർ. ഇനി ഈ റാഗിലേക്കുള്ള ഡാറ്റ ഇപ്പൊ എന്താ പറയുക ടെക്സ്റ്റ് ആവണമെന്നില്ല, ടെക്സ്റ്റ് മാത്രം ആവണമെന്നില്ല, നമുക്ക് ഇമേജസോ അങ്ങനത്തെ കാര്യങ്ങൾ മറ്റേ മാത്രം അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റിലേഷണൽ ക്വയറി വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് SQLന്റെ അതായത് ടെക്സ്റ്റിനെ പിടിച്ച് SQLിലേക്ക് ആക്കുക. അങ്ങനെ ഒരു ഇത് SQL ക്വയറി റിസൾട്ട് ചെയ്ത് ആ റിസൾട്ട് മോഡലിലോട്ട് കോണ്ടെക്സ്റ്റ് ആയിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ വെൻ യു ആർ ഡൂയിങ് യുവർ ക്വയറി യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് മച്ച് ബെറ്റർ റിസൾട്ട്. ഇതിനെക്കുറിച്ച് എന്തോ പ്രോട്ടോകോളിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ട് വെൻ വി ഡിസ്കസ് ഇത്. അപ്പൊ ഈ ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ബേസ് മോഡൽ നമുക്ക് മറ്റേ ലാർജ് കമ്പനീസിൽ നിന്ന് കിട്ടും. അവിടെ തന്നെ ഡീപ് സ്പീക്ക് എന്ന് പറഞ്ഞ ഒരു ചൈനീസ് മോഡൽ ഓക്കെ. ശരത്തെ എന്ത് ടെക്നിക്ക് അവർ ഉപയോഗിക്കുന്നത്? സ്ട്രൈപ്പോ എന്താണ് മറ്റേ വെയിറ്റ് പൊക്കുന്നതിന് ഡിസ്റ്റിലേഷൻ ആണ്. അപ്പൊ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക്. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ വെയിറ്റ് പൊക്കാന്ന് മാത്രമല്ല, നെറ്റ്വർക്കിന്റെ ലാർജ് ഏരിയ മാസ്ക് ചെയ്ത് വെക്കും. എന്നിട്ട് കുറച്ച് നെറ്റ്വർക്കിന്റെ ഒരു സബ്സെറ്റിലൂടെ ഡാറ്റ കടത്തി വിട്ട് അത് ട്രെയിൻ ചെയ്ത് ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ടാസ്കിനോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മൾട്ടി മോഡൽ നെറ്റ്വർക്ക് വൈഡർ ടാസ്കിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു സബ്സെറ്റ് ഓഫ് ടാസ്കിന് നന്നായി ചെയ്യുന്ന ഒരു നാരോ AI രീതിയിൽ ചെയ്യുന്ന ഒരു സ്കീമാറ്റിക് ഡയഗ്രാമാണ്. ഇതിപ്പോ ലാമയുടെ ഫേസ്ബുക്കിന്റെ അല്ലെങ്കിൽ മെറ്റയുടെ ലാമ മോഡൽ എടുത്തിട്ട് അത് എങ്ങനെയാണ് ഈ സോഴ്സ് കോഡിന്റെ കുറെ സോഴ്സ് കോഡ് ത്രോ ചെയ്തിട്ട് ഈ നിങ്ങൾ ഈ പൈത്തൺ കോഡ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോഡ് ലാമ പൈത്തൺ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഇനി ഇപ്പൊ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളിപ്പോ ഈ ലോങ് കണ്ടക്സ്റ്റ് ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഈ സെയിം കോഡ് തന്നെ നമ്മള് ട്രെയിനിങ് മെറ്റീരിയൽ മാറ്റിയിട്ട് യു ക്യാൻ ആക്ച്വലി ക്രിയേറ്റ് ടാസ്ക് സ്പെസിഫിക് ട്രെയിനിങ്. ഇതാണ് ബിസ്പോക്ക് മോഡൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബേസ് ഫൗണ്ടേഷൻ മോഡലിന്റെ മുകളിൽ. ഇപ്പൊ ഒരു ഇൻഫറൻസ് സെർവർ എങ്ങനെയാ വർക്ക് ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ആപ്പ് ഉണ്ടാവും, റിക്വസ്റ്റ് പോവും, അത് പല മോഡൽസ് ഉണ്ട്. മോഡൽസ് റൺ ഓൺ ഹാർഡ്വെയർ ജി പി യു കാരണം ഈവൻ ഇൻഫറൻസ് തന്നെ വളരെ പവർ ഹംഗ്രിയാണ്. ഇറ്റ്സ് ഈ എന്താ പറയാ ആരോ പറയണ്ടായിരുന്നു, താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിക്ക് എത്ര രൂപ പോകുന്നോ. അപ്പൊ ഈ ദിസ് ഹാസ് ടു ബി വെരി ഇപ്പൊ നല്ലൊരു ഗേറ്റ് വേ ഒക്കെ വെച്ചാല് അല്ലെങ്കിൽ അതിപ്പോ ഇവിടെ മാത്രമല്ല കേട്ടോ. ഇപ്പോ ക്ലിക്ക് ഹൗസ് അനലിറ്റിക്കൽ ഡാറ്റാബേസ് ആണ്.
അപ്പൊ ഒരു സെലക്ട് സ്റ്റാർ ഓൺ സം ടേബിൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു 2 മില്യൺ റെക്കോർഡ് അങ്ങനെ അടിയിലേക്ക് പോകും. അപ്പൊ അതോടെ ഒരു പ്രോക്സി വെച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ യു ലൂസ് മണി. ആ പ്രോബ്ലം ഇവിടെയുണ്ട്. അപ്പോ ഈ സിമ്പിൾ സിസ്റ്റം വിത്ത് റാഗ് ആൻഡ് ചെയിൻ ഓഫ് തോട്ട്. അപ്പൊ ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇതിന് ഇപ്പൊ ഇതാണ് സിമ്പിൾ ഇതിന്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സിമ്പിൾ സിസ്റ്റം നോക്കാം. അപ്പൊ ഈ നമ്മൾ ക്വയറി ചെയ്യുന്നു. ക്വയറി ഇപ്പൊ റാഗ് ഈ പല ആക്ഷൻസും എടുത്തിട്ട് നമ്മൾ മോഡൽ APIക്ക് സപ്പോർട്ട് ചെയ്തു. ഡാറ്റാബേസിൽ നിന്നോ ഈ പല ഇപ്പൊ നേരത്തെ പറഞ്ഞ SQL, വെബ് സെർച്ച്, ഇതൊക്കെ വെച്ചിട്ട് മറ്റേ എന്താ പറയാ, നിങ്ങൾ മോഡലിനെ ക്വയറി ചെയ്യുന്നതിനെയാണ് മറ്റേ എന്താ പറയാ, ഒരു സെക്കൻഡ് കേട്ടോ, ഒരു സെക്കൻഡ്. അപ്പൊ ഈ അതായത് ഒരു നൈവായിട്ടൊരു മോഡലിനെ ക്വയറി ചെയ്യണേനോ API ക്വയറി ചെയ്യണതിന് പകരം നിങ്ങൾ കോണ്ടെക്സ്റ്റ് ഇൻഫോർമേഷനും കൂടി, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ടേബിളോ മറ്റേ എംബഡിങ്സോ അതൊക്കെ കൊടുത്തിട്ട് ഡാറ്റാബേസിൽ നിന്ന് റിട്രീവ് ചെയ്യോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ക്വയറി സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് സിമ്പിൾ സിസ്റ്റം വിത്ത് റാഗ് ആൻഡ് ചെയിൻ ഓഫ് തോട്ട്. ചെയിൻ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ പല സ്റ്റെപ്പായിട്ട് മുറിക്കുന്ന മൊഡ്യൂളൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ അതാണ് കോണ്ടെക്സ്റ്റ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഓഫ് കോഴ്സ് ഇതിപ്പോ അടുത്ത സ്റ്റേജ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ ക്വയറി ചെയ്യുന്നു, അത് കോണ്ടെക്സ്റ്റ് കൺസ്ട്രക്ഷൻ കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു ഇൻപുട്ട് ഗാർഡ് റെയിൽസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പർട്ടിക്കുലർ ആളുടെ ഇമെയിൽ ID ചോദിച്ചു. അപ്പൊ ChatGPTയും തന്നില്ല, ക്ലൗഡും തന്നില്ല, എനിക്ക് ഗ്രോക്കും. അതായത് അവർ പറഞ്ഞു വെച്ചാൽ ഇത് പ്രൈവറ്റ് ഇൻഫർമേഷൻ ലിങ്ക്ഡിനിലൊക്കെ പോയി തപ്പി പിടിക്കാനാണ് പറഞ്ഞത്. അത് ഇൻപുട്ട് ഗാർഡ് റെയിൽ. അപ്പൊ അത് ഇപ്പൊ മോഡൽ APIനെ വിളിക്കുന്നു. ജനറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവാലുവേഷൻ മോഡൽ ഉണ്ട്, അതായത് പോസ്റ്റ് ഓക്കെ ഇവാലുവേഷൻ ഉണ്ട്. അങ്ങനെ ഔട്ട്പുട്ട് ഗാർഡ് റെയിൽസ് വഴിയാണ് ഇപ്പൊ മിക്ക ക്വയറി നമുക്ക് കിട്ടുന്നത്. ഇതാണൊരു ഇപ്പൊ ChatGPT നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഉള്ള വേറെ ബെൽസ് ആൻഡ് വിസൽസ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ ഇപ്പൊ നമ്മൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നതിനെ കോണ്ടെക്സ്റ്റ് കൺസ്ട്രക്ഷനും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പല രീതിയിൽ കൊടുക്കുമല്ലോ, മറ്റേ ഡീപ്പ് സെർച്ച് വേണോ അങ്ങനത്തെയൊക്കെ. അതുകൊണ്ട് ഇൻപുട്ട് ഗാർഡ് റെയിൽ കടന്നിട്ട് മോഡൽ APIക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ജനറേഷൻ ഉണ്ടാവുന്നു. നമ്മൾ അവര് സ്കോർ ചെയ്തിട്ട് അവര് നിങ്ങൾക്ക് റിസൾട്ട് തരും. അവര് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യണേ അതൊന്നും നമുക്ക് API കാണാം. ഈ കുറച്ച് കഴിയുമ്പോൾ എന്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ മോഡലാണെന്നൊന്നും ഇതില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഫയർവാളിന്റെ പുറകിൽ ഒരു മോഡൽ റൗട്ടിംഗ് മൊഡ്യൂൾ വെച്ചിട്ട് പല സാധനങ്ങൾ വെച്ച് എന്താ പറയാ ജനറേറ്റ് ചെയ്തെടുത്ത് സ്കോർ ചെയ്തിട്ട് ഔട്ട്പുട്ട് വഴി വിടാൻ പറ്റും. ഇതാണ് ഒരു റൗട്ടർ ആഡ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ മോഡൽ ഗേറ്റ്വേ എന്താണെന്ന് പഠിക്കുക. നമുക്ക് മൾട്ടിപ്പിൾ മോഡൽസ് ഉണ്ട് വിചാരിക്കുക. ഈ ഓപ്പൺ എഐ ഉണ്ട്, ഗൂഗിളിന്റെ സെൽഫ് ഹോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ സൂപ്പർവൈസ് ഫൈൻ ട്യൂൺ ചെയ്ത SFT മോഡൽസ്. ഇനി ടാസ്ക് സ്പെസിഫിക് മോഡൽസ് എല്ലാം നിങ്ങൾ ഒരു ഗേറ്റ്വേ വഴി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒപ്പേക്കാണ്. ഇപ്പൊ പെർപ്ലക്സിറ്റി മോഡൽ ഗേറ്റ്വേ ബേസ് സിസ്റ്റം ആണ് ചിലപ്പോൾ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഗാർഡ് റെയിൽസ് ഉണ്ട്, ഒരു മോഡൽ ഗേറ്റ്വേ ഉണ്ട്, അവിടെ നിന്നാണ് റൗട്ടിംഗ് ഡിസിഷൻസ് എടുക്കണേ. അത് കഴിഞ്ഞിട്ട് സ്കോർ ചെയ്തിട്ട് ഔട്ട്പുട്ട് ഗാർഡ് റെയിൽ വഴി വരും. അപ്പൊ ഇങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനാണ് ഈ AI എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആർക്കിടെക്ചറാണ്. ഇനി ഈ ക്യാഷ് ആഡ് ചെയ്യുക, അതായത് ഇപ്പോൾ സെയിം സെർച്ചോ ഇതൊക്കെ വരുമ്പോ ഈ എപ്പോഴും പോയി മറ്റേ മോഡലിനെ ബോദർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻഫറൻസ് ഒക്കെ നല്ല കോസ്റ്റ്ലി ഓപ്പറേഷൻ ആണ്. ഇപ്പൊ ക്യാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ എന്താ പറയാ ദേ വിൽ ബി ഏബിൾ ടു ഗീവ്. ഇപ്പൊ ക്യാഷ് പല സ്ഥലത്തുണ്ട്, യൂസറിന് ഔട്ട്പുട്ട് കൊടുക്കുന്ന സ്ഥലത്തുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോണ്ടെക്സ്റ്റും മറ്റേ എംബഡിങ്സും ഒക്കെ ക്യാഷ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോ ക്യാഷ് ചെയ്തിപ്പോ നമ്മൾ ഔട്ട്പുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ അയച്ചു കൊടുക്കുമോ, ഇനിയിപ്പോ PDF ഔട്ട്പുട്ട് ഉണ്ടാക്കുമോ, അങ്ങനത്തെ പരിപാടികളെയാണ് ആക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സെയിം സാധനം തന്നെ, അതായത് ക്യാഷ് അതിലുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് എടുക്കും, അതല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇൻപുട്ട് ഗാർഡ് റെയിൽ വഴി മോഡൽ ഗേറ്റ്വേനെ ഹിറ്റ് ചെയ്യുമ്പോൾ റൗട്ടിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് ഔട്ട്പുട്ട് അതിനെ ചുറ്റിപ്പറ്റി ആക്ഷൻസ് എടുക്കും. ഇനിയിപ്പോ ഇപ്പൊ ഒരു വൈബ് കോഡിംഗ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ട്, അപ്പൊ വൈബ് കോഡിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കോഡ് ചെയ്യുക, എറർ വന്നു കഴിഞ്ഞാൽ ആ എറർ തന്നെ എടുത്ത് ഫീഡ്ബാക്ക് ചെയ്യും അടുത്ത കോണ്ടെക്സ്റ്റ് കൺസ്ട്രക്ഷൻ.
മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഈ എന്താ പറയാ, വേണമെങ്കിൽ അവിടെ RLHF ഒക്കെ ഉപയോഗിച്ചിട്ട് മറ്റേ എന്താ പറയാ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഒന്നുകൂടി കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഇത് തന്നെ. അപ്പോ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് RNN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു സീക്വൻഷ്യൽ മോഡലാണ്. അത് ഉപയോഗിക്കുന്നത് ബാക്ക് പ്രൊപ്പഗേഷൻ ത്രൂ ടൈം, BPTT എന്ന് പറഞ്ഞൊരു അൽഗോരിതം ആണ്. അപ്പോ സെന്റൻസിന്റെ ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഇവിടെ ഈ നെക്സ്റ്റ് വേർഡ് എന്താന്നുള്ളതിന്റെ ട്രാൻസിഷൻ മാത്രമേ ഉള്ളൂ. ഈ മറ്റേ എന്താ പറയാ, ഓരോ വേർഡിനും ബന്ധമില്ല. അപ്പോ കുറച്ച് കഴിയുമ്പോൾ ഫോർഗെറ്റ് ചെയ്യും. ഇപ്പോ ഒരു 5 സെന്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആരാ ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ ഒരു RNN ട്രാൻസ്ഫോമർ നെറ്റ്വർക്കിന് മനസ്സിലാവും. പക്ഷേ ട്രാൻസ്ഫോമർ നെറ്റ്വർക്കിന് ഈ മൾട്ടി ഹെഡഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉള്ളതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോ ഈ മൾട്ടി ഹെഡഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ QKV, ക്വയറി കീ വാല്യൂ മെട്രിക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ലേണിങ്ങിലൂടെ തന്നെയാണ് അത് കണ്ടുപിടിക്കണേ. അത് ഈ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, അല്ലെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇപ്പൊ സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ വാല്യൂ നോർമലൈസ് ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. സോഫ്റ്റ് മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, റിലേറ്റീവ് പ്രോബിലിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതും വാല്യൂ മെട്രിക്സ്. ഇതാ ഒറിജിനൽ പേപ്പറിൽ കാണുന്നതാണ്. ഈ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഞാൻ സ്ക്രാച്ച് ചെയ്ത് ബിൽഡ് ചെയ്തിട്ടില്ല, ബട്ട് ഐ ഹവ് സീൻ ഹൗ ടു ബിൽഡ് LSTM അറ്റ്ലീസ്റ്റ് ത്രൂ ടെൻസർഫ്ലോ കേറാസ്. ഇവിടെ ഞാൻ ഇതുവരെയായിട്ടും ഇത് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ബർട്ടിന്റെ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇതാണ് മൾട്ടി ഹെഡഡ് അറ്റൻഷന്റെ ഒരു ഐഡിയ. അതായത് ഇപ്പോ നമുക്ക് ഇത് ഒന്നുകൂടി ചർച്ച ചെയ്യാം. ഇപ്പോൾ സോ ഫാർ ഇപ്പൊ ഇവിടെ നമ്മൾ സംസാരിച്ചത് AI എഞ്ചിനീയറിംഗ് ആണ്. അതിൽ എന്തൊക്കെയുണ്ട്, ഈ എങ്ങനെയാണ് ഒരു ആർക്കിടെക്ചർ ലോജിക്കൽ ആർക്കിടെക്ചർ ഓഫ് എ LLM ഇൻഫ്രാസ്ട്രക്ചർ എന്താന്നുള്ളത് നമ്മൾ ഒരു ബേർഡ്സ് ഐ വ്യൂ കണ്ടു. നമുക്ക് ഇനിയിപ്പോൾ ചർച്ച ചെയ്യാം. ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. നമ്മൾ സ്ലൈഡ് ബൈ സ്ലൈഡ് ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഓട്ടോ റിഗ്രസീവ് മാസ്റ്റർ LLM കുറിച്ച് പറയാനോ എന്ത് വേണമെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് we will proceed, so that okay, we will reinforce our idea. Anybody who sees this can actually make educated guess. In the coming videos we will be diving deep into transformer network. Then perhaps okay, there will be a specific video for attention mechanism, but deep speak പിന്നെ ചൈനീസ് മോഡലിലെ ഇനി അല്ലെങ്കിൽ അറ്റൻഷൻ പേപ്പർ കീ എലമെന്റ്സ് എന്താണ്, എങ്ങനെയാണ് അത് ഫോളോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ റീഇൻഫോഴ്സ്മെന്റ് ലേണിങ്ങിനെ കുറിച്ച് അധികം പ്രതിപാദനം നടത്തിയിട്ടില്ല, CNN കുറിച്ചില്ല. അതൊക്കെ നമ്മൾ ഇതായിരിക്കും. നൗ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ആക്ഷൻ എന്നൊക്കെ പറഞ്ഞല്ലോ, അതായത് ഇൻപുട്ട് ആക്ഷൻ, ഏതാ? ഔട്ട്പുട്ട് ആക്ഷൻ, ആക്ഷൻസ് പറഞ്ഞില്ലേ നേരത്തെ. ഈ ആക്ഷൻസ് എങ്ങനെയാണ്, അതായത് അതെന്താണ് കറക്റ്റ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല, ഇപ്പൊ നിങ്ങൾക്ക് PDF ഔട്ട്പുട്ട് വേണം, നിങ്ങൾക്ക് ഇമെയിൽ അയച്ചു കൊടുക്കണം ക്വയറിയുടെ റിസൾട്ട് ഓക്കെ, ഇന്ന ആൾക്കാർക്ക്. ഇനി ഇപ്പൊ എന്താ പറയാ, എല്ലാ ദിവസവും ഈ നെറ്റ്വർക്കിന്റെ ഉള്ളില് ഒരു ഷെഡ്യൂൾഡ് ക്വയറി ഒക്കെ പറ്റുമല്ലോ. അല്ല അപ്പൊ നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് യൂസറിനുള്ള ഔട്ട്പുട്ട് ആണോ അതോ ആക്ഷൻ ഉള്ളതാണോ? യൂസറിനുള്ള ഔട്ട്പുട്ട്. അത് തന്നെ, യൂസറിനുള്ള ഔട്ട്പുട്ട്. മറ്റേത് ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്, യെല്ലോ കളർ കാണിച്ചത്, മനസ്സിലായില്ലേ? ഇത് എക്സ്റ്റേണൽ ആക്ഷൻ ആണ്. അതായത് PDF ജനറേഷൻ എല്ലാ ദിവസവും പീരിയോഡിക്കലി കുറെ ടാസ്ക് ചെയ്യുക, അപ്പൊ അതിന്റെ സ്റ്റാറ്റസ് ഒക്കെ എല്ലാവരും അറിയിക്കുക. അതാണ് അതിന്റെ ഉദ്ദേശം. ഇന്ററാക്റ്റീവ് അല്ലാതെ നിങ്ങൾക്ക് മറ്റേ പുഷ് ചെയ്യപ്പെടാലോ. ഓക്കെ, അപ്പൊ ആ ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ യൂസറിന് ഫീഡ്ബാക്ക് ഒന്നും ഉണ്ടാവില്ല. ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ള യൂസർ ഉണ്ടാവില്ല അവിടെ, അത് ചിലപ്പോൾ ടൈം ട്രിഗേർഡ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഷെഡ്യൂൾഡ് ആയിരിക്കും. ഇപ്പൊ എല്ലാ ദിവസവും ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇത് കഴിയുമ്പോൾ മറ്റേ എന്തെങ്കിലും അനലറ്റിക്സ് കീ അന്നത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റയും കൂടി ചിലപ്പോൾ കസ്റ്റം മോഡലിന് പോയിട്ട് ആ മോഡല് കൊടുക്കുന്ന ഔട്ട്പുട്ട് ചിലപ്പോൾ നമ്മൾ നേരെ അവർക്ക് അയച്ചു കൊടുക്കും. അത് കുറച്ചുകൂടി ഒരു അപ്ലിക്കേഷൻ
ഇപ്പൊ ഈ ഇങ്ങനെ ഒരു എഞ്ചിനീയറിംഗിന്റെ ഒരു ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം അതിനെ. ഉം. അപ്പൊ ഇതിന് വേറെന്താ ഉള്ളത്? ഇതിലിപ്പോ ഏതാ? അല്ലേ ആലോചിക്കുമായിരുന്നു അതില്. അല്ല അപ്പൊ ഇതില് വേറെയും ഇതുണ്ടല്ലോ. ഇപ്പൊ ഇതില് പ്രട്ടി ഒബ്വിയസ് ആണ് അല്ലെ? ഓട്ടോ റിഗ്രസീവ് എല്ലാം മാസ്റ്റർ എല്ലാം എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ? അതായത് ഒന്ന് സ്ട്രിങ് മറ്റേ വേർഡ്സ് ഇന്റർപോളേറ്റ് ചെയ്യുക, മിസ്സിംഗ് വേർഡ്സ് ഇത് ചെയ്യാൻ. മറ്റേന്താ പറയാ, പ്രഡിക്ഷന് വേണ്ടി നെക്സ്റ്റ് വേർഡ് പ്രഡിക്ഷൻ. ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഈ ചാറ്റ് GPT ലക്ഷങ്ങള് പോണൂന്ന് പറഞ്ഞല്ലോ. പ്ലീസും മറ്റേ അങ്ങനത്തെ കീവേഡ്സ് താങ്ക് യു ഒക്കെ ഉപയോഗിക്കുമ്പോ അപ്പൊ ഇവർക്ക് എന്ത് ടൈപ്പ് ടെക്സ്റ്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാല് അതൊക്കെ ഫിൽട്ടർ ചെയ്ത് കളഞ്ഞൂടെ ആക്ച്വൽ നെറ്റ്വർക്ക് പക്ഷെ അത് റിസ്ക് ഉണ്ട്. അല്ല, അവിടെയാണ് അതിന്റെ റിസ്ക്. അതായത് ഔട്ട്പുട്ട് ഗാലറിയിൽ അത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ഗാലറിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ താങ്ക് യു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണെന്ന് എങ്ങനെ അറിയും? അല്ല, ഈ ഇൻപുട്ട് ഗാലറിയിൽ ഒരു ചെറിയ മോഡൽ വെച്ചിട്ട് അതിനാ ഇത് പ്രഡിക്റ്റ് ചെയ്യും. അല്ലല്ല, അങ്ങനത്തെ ക്ലാസിഫിക്കേഷൻസ് ചെയ്യും. ചിലപ്പോ ഇങ്ങനത്തെ എന്താ പറയാ, ഇപ്പൊ ഇപ്പൊ ആൾക്കാര് വെറുതെ താങ്ക് യു ഇട്ട് കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ എടുത്ത് കളയുമായിരിക്കും കേട്ടോ, മനസ്സിലായില്ലേ? പക്ഷെ ഒരു ഇന്ററാക്റ്റീവ് സെഷന്റെ ഇടയിൽ പറ്റുമോ? അത് അവിടെ ഔട്ട്പുട്ട് ഗാലറിയിലല്ലേ പറ്റുള്ളൂ. അല്ല, ഇന്ററാക്റ്റീവ് സെഷന്റെ ഇടയിൽ എന്ന് പറയണത് ഞാൻ പറയണത് ഇപ്പൊ ആളൊരു വലിയ പാരഗ്രാഫ് അയക്കണം, അതായത് ഒരു ലെറ്റർ ആണ് ആൾ അയക്കണേന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അതിലെ താങ്ക് യു ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിരിക്കും, അത് റീറൈറ്റ് ചെയ്യുമ്പോഴേക്കാം. അല്ല, പക്ഷേ അത് ഇൻപുട്ടിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്റെ വാദം. അതുകൊണ്ടായിരിക്കും അത് ഔട്ട്പുട്ട് ഗാലറിയിലായിരിക്കും അത് ചെയ്യണം. അപ്പോഴേക്കും നെറ്റ്വർക്കിന്റെ ഉള്ളിൽ കൂടി കയറി കഴിഞ്ഞിട്ടുണ്ടാവും. ഇൻഫറൻസ് കോസ്റ്റ്ലി ആണല്ലോ. ഓക്കെ. അപ്പൊ എന്ത് ടൈപ്പ് ഡാറ്റ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നം. അതെ. അതാണ് ഇതിന്റെ. അത് മാത്രല്ല, റെസ്പോൺസ് കോണ്ടെക്സ്റ്റുവലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ജനറേറ്റ് ചെയ്യേണ്ടത്. അതായത് ലാസ്റ്റ് ഒരു താങ്ക് യു ഇട്ടു. അപ്പൊ അതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് വെച്ചിട്ട് ഒരു കോണ്ടെക്സ്റ്റുവലി അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ആണല്ലോ എല്ലാം തരുന്നത് ആ താങ്ക് യുവിന്. അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് ജനറിക് റെസ്പോൺസ് കൊടുക്കേണ്ടി വരില്ലേ ഇപ്പൊ ഇൻ കേസ് ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ തന്നെ? ഓക്കെ. അല്ലെങ്കിൽ വല്ല പ്രീ ഡിഫൈൻഡ് കീവേഡ് ആക്കി മാറ്റേണ്ടി വരും അതിനെ, എന്തെങ്കിലും ജസ്റ്റർ സെറ്റപ്പ് എന്നുള്ള രീതിയിലൊക്കെ മാറ്റേണ്ടി വരും. അല്ല, അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ലാംഗ് ചെയിൻ ശരിക്കും പറഞ്ഞാൽ അതല്ലേ, മറ്റേ പര്യായങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഇത് ചെയ്യണല്ലേ? കാരണം ലാംഗ് ചെയിനോ ചെയിൻ ഓഫ് തോട്ടോ മറ്റേ ഈ ഇതോ RLHF മാത്രമേ വെയിറ്റ് ട്വീക്ക് ചെയ്യുന്നുള്ളൂ. ബേസിക്കലി എന്താന്ന് വെച്ചാൽ ഒരു അൺസൂപ്പർവൈസ്ഡ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ സെൽഫ് സൂപ്പർവൈസ്ഡ് നെറ്റ്വർക്ക്, അതിന്റെ മുകളില് ടാസ്ക് സ്പെസിഫിക് സൂപ്പർവൈസ്ഡ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ സെൽഫ് സൂപ്പർവൈസ്ഡ് ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുന്ന നെറ്റ്വർക്ക്, പിന്നെ ഈ RLHF വഴിയുള്ള അല്ലെങ്കിൽ RLAF വഴിയുള്ള വെയിറ്റ് ട്വീക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും അൺസൂപ്പർവൈസ്ഡ് നെറ്റ്വർക്കും സൂപ്പർവൈസ്ഡ് നെറ്റ്വർക്കും മറ്റേ ഈ റീഇൻഫോഴ്സ്മെന്റ് നെറ്റ്വർക്കിന്റെ ഒരു ആർക്കിടെക്ചറിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഒരു പോഡ്കാസ്റ്റിൽ ഒരു പുള്ളി കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു കേട്ടോ. ഇതിനെനിക്ക് പക്ഷേ അത് ഭയങ്കര ഇൻസൈറ്റ് ആയിരുന്നു. പക്ഷെ അതിന്റെ അടിയിൽ പുള്ളിക്ക് പൂര തെറിയായിരുന്നു, ഇയാൾക്ക് ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് എന്താണെന്ന് അറിഞ്ഞൂടാന്ന്. ചിലപ്പോൾ ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണമെന്നില്ല, പക്ഷെ എങ്കിൽ ഇയാൾക്ക് ജനറേറ്റീവ് എയുടെ പൈപ്പ് ലൈൻ അറിയാമെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്, മനസ്സിലല്ലേ? ഇതാണ് ഫസ്റ്റ് സെഷൻ. ഇതന്നെ. അപ്പൊ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മൾട്ടി മോഡൽ മനസ്സിലായോ? പക്ഷെ അത് ലേവലാണ് അവിടെ പോണത്, മനസ്സിലായില്ലേ? ഈ
അതായത് ഈ വിഷ്വൽ ടോക്കൺസ് എന്നുള്ളത് അത് സെപ്പറേറ്റ് ആർക്കിടെക്ചർ തന്നെയല്ലേ ശരിക്കും? അല്ല അത് അല്ലല്ല ഇവിടെയാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ് കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഇതായിരിക്കും. ഈ മെയിൻ പ്രശ്നം എന്താണ്, ഈ ഡീപ് ന്യൂറൽ നെറ്റ്വർക്കിന്റെ ബിഗസ്റ്റ് വിജയം കമ്പ്യൂട്ടേഷൻ പവർ ഉണ്ടെന്നുള്ളതല്ല, മറ്റേ ഈ ഡെൽറ്റ, അതായത് മറ്റേ ട്രാൻസ്ഫർ ലേണിംഗ് നടക്കും. ഓക്കെ, അപ്പോ ഓഡിയോക്ക് നമ്മള് ഒരു നെറ്റ്വർക്ക് പ്രീ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സോഫ്റ്റ് മാച്ച് ലെയർ അടിച്ചിട്ട് നമ്മുടെ ഓഡിയോ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു കസ്റ്റമൈസ് നെറ്റ്വർക്ക് ഉണ്ടാക്കാം. അപ്പൊ അതിന് ഇപ്പൊ മറ്റേത് 15 ദിവസം എടുക്കുന്ന ഒരു ദിവസം എടുക്കുള്ളൂ ട്രെയിൻ ചെയ്യാൻ. അത് ഓഡിയോക്കും CNN ഉള്ളത് കൊണ്ട് ഇവിടെയും അത് വർക്ക് ചെയ്തു. എവിടെ? ഇമേജിൽ. ഓക്കെ, അപ്പൊ വീഡിയോയിലും ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്തു. ടെക്സ്റ്റിന് ട്രാൻസ്ഫർ ലേണിംഗ് പറ്റില്ല അൺടിൽ 2017. അവിടെയാണ് ഇതിന്റെ പവർ ഇരിക്കണം. അപ്പൊ ടെക്സ്റ്റ് ഇതിപ്പോ പ്രൈമർലി ടെക്സ്റ്റ് ടോക്കണൈസേഷൻ ആണ് ഇതിന്റെ ഉള്ളത്. അപ്പൊ വിഷ്വൽ ഇതുണ്ടെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അതിന്റെ ടെക്സ്റ്റ് കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കണേ. മനസ്സിലായില്ലേ? അപ്പൊ ഇവർക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതിപ്പോ ഈ കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഈ നെറ്റ്വർക്കിന്റെ കൂടെ നോഡിന്റെ കൂടെ ഈ അനോട്ടേഷനൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോ. അപ്പൊ ഇമേജ് ട്രാൻസ്ഫോമർ അല്ല അവിടെ ഉപയോഗിക്കുന്നത്. മനസ്സിലല്ലേ? ഇമേജിനെ ലേബൽ ചെയ്യും. അതൊരു എൻകോഡിംഗ് ഉണ്ട്. അപ്പൊ അതായത് ഇമേജ് ടു ടെക്സ്റ്റ് ആക്കുന്ന ഒരു അതെ, അത് കെനിയയില് $2 per hour കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചു എന്നാണ് പറയണത്. അപ്പൊ ലാലിന്റെ ഭാഷ ആഫ്രിക്കയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്തത്. അല്ല, അതായത് അപ്പൊ ആ ഫീച്ചർ എക്സ്ട്രാക്ഷൻ ഇല്ല. ഇപ്പൊ CNN സംഭവിക്കുന്നത് എന്താണ്, അവര് ഓട്ടോമാറ്റിക് ഫീച്ചർ ഡിറ്റക്ഷൻ ആണ് നടക്കണേ. അതോ ഒബ്ജക്ട് ഡിറ്റക്ഷൻ എഡ്ജ് മറ്റേതൊക്കെ അത് CNN. ഒബ്ജക്റ്റ് അല്ല. പറഞ്ഞു അല്ല, CNN അല്ല ഈ സാധനം. ഈ നെറ്റ്വർക്ക്, അതായത് ഈ ഇമേജ് എന്റെ അറിവനുസരിച്ച് മറ്റേ ട്രെയിനിങ് പൈപ്പ് ലൈനിലോട്ട് പോകുന്നില്ല. ഇമേജ് ട്രെയിനിങ് പൈപ്പ് ലൈനിലോട്ട് പോകുന്നില്ല. അതായത് LLM തന്നെയാണ് ഇവിടെ കോറ്. അതെ. അപ്പൊ ഈ ഇമേജിനെ ലേബലിന് പുറമെ, അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഫീച്ചർ ഒക്കെ റിമൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റേണ്ടതല്ലേ? അതായത് ആ ഇമേജിന്റെ ഫീച്ചർ റെപ്രസെന്റേഷൻ ഇൻ ടേംസ് ഓഫ് ടെക്സ്റ്റ് ആവാം. ആ ടെക്സ്റ്റ് ഇപ്പൊ നാച്ചുറൽ ലാംഗ്വേജ് തന്നെ ആവണമെന്നില്ല. ഇപ്പൊ എൻകോഡഡ് ടെക്സ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ യൂണിവേഴ്സൽ റെപ്രസെന്റേഷനിലോട്ട് മാപ്പ് ചെയ്യാൻ പറ്റിയാൽ മതി. നിങ്ങൾ പറയണത് CNN നെറ്റ്വർക്ക് അല്ല, ഇതൊരു CNN നെറ്റ്വർക്കിലോട്ട് ഇത് ചെയ്തിട്ട് അതിലെ ഫോട്ടോ അല്ല, അതിന് ഈക്വലന്റ് മെക്കാനിസം ഉണ്ടാവണ്ടേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കണേ. അല്ല, എനിക്കറിയില്ല അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഉണ്ടോ. ഇതിപ്പോ ഞാനൊരു സ്ഥലത്ത് ഈ AI സ്നേക്ക് ഓയിലില് ഇതിനെ കുറിച്ച് ഞാൻ പ്രതിപാദനം കണ്ടു. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അസ്യൂം ചെയ്തത് അതാണെന്നാണ്. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ഇമേജ് മോഡിഫൈ ചെയ്യണമെങ്കിൽ അതെന്തായാലും വേണം. അങ്ങനെ മോഡിഫൈ ചെയ്ത് കിട്ടുന്ന ഞാൻ കണ്ടിട്ടില്ല. ജനറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, ഇമേജ് മോഡിഫിക്കേഷൻ GAN എന്നുള്ള ആർക്കിടെക്ചർ വെച്ചിട്ടാ, ജനറൽ അഡ്വൈസറിയൽ നെറ്റ്വർക്ക് വെച്ചിട്ടാ. അത് GAN CNN വെച്ചിട്ടാണ് ഇത്. പിന്നെ ഒരു ഇമേജ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് CNN-ന്റെ ബെറ്റർ റിസൾട്ട് കിട്ടും, പക്ഷെ പ്രൈസ് പെർഫോമൻസ് റേഷ്യോ ഇല്ല. ഇത് ടെക്സ്റ്റ് ആണ്. മൾട്ടി മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓഡിയോ എല്ലാം ഉണ്ടെങ്കിലും അവര് സം ഫോം ഓഫ് ടെക്സ്റ്റൽ നെറ്റ്വർക്ക് ആണ് ട്രെയിൻ ചെയ്തെടുക്കണേ. എന്നിട്ട് അവര് കോറിലേറ്റ് ചെയ്യാണ്. ഞാൻ എവിടെയൊക്കെ കണ്ടു, അതായത് ഈ ക്ലോഡിലൊക്കെ അഡീഷണൽ അനോട്ടേറ്റഡ് ഡാറ്റ ഉണ്ടെന്ന്. അവര് ഇമേജ് ജനറേറ്റ് ചെയ്ത് തരുന്നത് എങ്ങനെയാണ്? അതായത് നമുക്ക് മൾട്ടി ഇതില് മോഡൽ അല്ലെങ്കിൽ മൾട്ടി മൊഡാലിറ്റിയിൽ ഇൻപുട്ട് കൊടുക്കാം. അതിപ്പോ പോസ്റ്റ് ഗാർഡ് റെയിലിന്റെ പണിയാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഭാഗമാണെങ്കിലോ അല്ല, നമ്മൾ ഇതാണ് ഇനിയിപ്പോ ഫിഗർ ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് ഒരു ഓവർ ടെക്സ്റ്റിലെ ട്രാൻസ്ഫർ ലേണിംഗ് ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് വഴിയാണെന്നും മൾട്ടി മോഡൽ എന്നുള്ളത് ഇപ്പോഴത്തെ ഹൈപ്പോത്തസിസ് ദേ ആർ ആക്ച്വലി
പ്ലേസിംഗ് ടെക്സ്റ്റ് മാനുവലി ത്രൂ ഹ്യൂമൻ ക്യൂറേഷൻ. അത് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് എടുത്ത് ഇവര് എന്താ പറയാ, ബൈ reinforcement learning or through automatic method, they have actually built a network which when you give ഈ എന്താ പറയാ ടോക്കണും കിട്ടും, ചിലപ്പോ മറ്റേ എന്താ പറയാ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ മാപ്പ് ചെയ്യും എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ഓക്കെ, ഇത് ടാസ്ക് സ്പെസിഫിക് LLMs ആണ്, മനസ്സിലായില്ലേ? ആ ഇന്റർനെറ്റിന്റെ ടെക്സ്റ്റിന്റെ വെയിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്ന നെറ്റ്വർക്കിനെ പല ഏരിയാസ് മാസ്ക് ചെയ്തിട്ടും എന്താ പറയാ ഈ ഇതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ, ഇതെങ്ങനെയാണ് അവർ എക്സാക്ട്ലി ചെയ്യണെന്നുള്ളത്. അതെ അതെ, ഈ അല്ല സീരീസ് ഓഫ് സെഷൻസ് ആണിത്. എന്താ വെച്ച് കഴിഞ്ഞാലേ ഇതൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുക, റിജക്ട് ചെയ്യുക, അങ്ങനെ നേതി അത് ഫൈനലി വാട്ട് എവർ കനോട്ട് ബി എന്താ പറയാ റിജക്റ്റഡ് ഫാൾസിഫയബിൾ, അത് ട്രൂത്ത് ആണെന്നുള്ള ലെവലിൽ എടുക്കേണ്ടി വരും. പക്ഷെ ഇത്രയും അപ്ലിക്കേഷൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? ഇതിപ്പോ ഇതിന്റെ തമാശ എന്ന് വെച്ചാൽ എത്ര അപ്ലിക്കേഷൻ ഉണ്ടോ അതിന്റെ 1000 കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വേണ്ടേ ഈ സാധനം. എനിക്ക് ഒരാളെ മാറ്റാൻ വേണ്ടി എല്ലാ കമ്പനിയിലും 5 പേരെ അപ്പോയിന്റ് ചെയ്യും. അപ്പൊ IT കാരനാണ് പ്രശ്നം, നമ്മളപ്പോ രക്ഷപ്പെടല്ലേ ഉള്ളൂ. എനിക്ക് ഈ സ്ലൈഡ് കണ്ടപ്പോ ഹോപ്പ വന്നു കേട്ടോ. ഇതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശുണ്ടോ കമ്പനിയുടെ ഏജന്റ് ഉണ്ടാക്കാൻ വേണ്ടി? സർവീസ് ആയിട്ട് വരുമല്ലോ. അല്ല, സർവീസ് ആയിട്ട് വന്നാൽ എങ്ങനെ നിങ്ങളുടെ കസ്റ്റം ഡാറ്റ എങ്ങനെ അവർക്ക് പുറത്ത് കൊടുക്കുക നിങ്ങൾ? അപ്പൊ നിങ്ങൾ മൾട്ടി ടെനന്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പൊ ആ കമ്പനികൾക്ക് വേണമല്ലോ സർവീസ് പ്രൊവൈഡർ. അതായത് അവരുടെ മോഡൽ എഞ്ചിനീയറിംഗ് വേണമല്ലോ, അതായത് സർവീസ് പ്രൊവൈഡറിന്റെ അവിടെ. സർവീസ് പ്രൊവൈഡർ നിങ്ങൾക്ക് അറിയാൻ പോണത് API ആണ്, ടാസ്ക് സ്പെസിഫിക് ആയിട്ടുള്ള. അത് ഒരു സിസ്റ്റം എഴുതി ജീവിക്കാൻ പറ്റില്ല എന്നാണോ പറയണേ? അല്ല, എനിക്ക് ഉറപ്പാണ് ബാക്ക്ലാഷ് വരുമെന്ന്. ചില സ്ഥലത്ത് ഏടെ ആവശ്യമില്ല, പിന്നെ ചില സ്ഥലത്ത് സ്ലോ ഹ്യൂമൻ ഇൻഎഫിഷ്യൻസി കൊണ്ട് ഓടുന്ന സിസ്റ്റംസ് ഉണ്ട്. മറ്റേ വിയന്ന ഹോട്ട് ഡോഗ് ഉണ്ടാക്കുന്ന സ്ഥലം മാതിരി ഇരിക്കും. അതായത് അവിടുത്തെ ഹ്യൂമൻ എടുത്ത് കളഞ്ഞപ്പോ അതിന്റെ ടേസ്റ്റ് പോയത്. ചിലപ്പോ പറയാൻ പറ്റില്ല, അയാളുടെ വേർപ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ വീണിട്ടായിരിക്കും ചിലപ്പോ ആ ടേസ്റ്റ് ഒക്കെ വന്നത്. ഇല്ലേ? ടേസ്റ്റും ഇൻഡിവിജ്വലിന്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഏതാ? അല്ല നമ്മള് വേറെ ഇതിലോട്ടൊക്കെ പോകും. അതായത് ടേസ്റ്റും ഇൻഡിവിജ്വലിന്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റേ. അതെ ഷുവർ. അല്ല അപ്പൊ എന്തോ ഇതുണ്ട്. അപ്പൊ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റാത്ത ഉണ്ടെന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡയഗ്രാം ആണ് ഇത് ലോജിക്. ഇത് ശരിക്കും സമ്മപ്പ് ചെയ്യണ്ടല്ല ഇന്നവേ. അതായത് ലെഫ്റ്റ് മോസ്റ്റ് കോളം ഉണ്ടല്ലോ, അത് നമ്മൾ ആലോചിക്കണ്ടെന്ന് ഞാൻ പറയണേ. SFT ചിലപ്പോ ഇപ്പൊ ഈ ചൈനയുടെ മോഡലൊക്കെ വന്നുകൊണ്ട് കോമൺ ആവാം. അല്ല, എന്തായാലും ഇപ്പൊ പോകുന്ന കമ്പനികളിലൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇതിന്റെ ഓണ്ടോളജി കിട്ടിയ, അതായത് ഇപ്പൊ റീഇൻഫോഴ്സ്മെന്റ്, ഇപ്പൊ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ട്രഡീഷണൽ ക്ലാസിഫയർ ആയിരിക്കും അത്.
ഇതിലെവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആറിലെ എഫ് എന്താന്ന് നോക്കാം കേട്ടോ. AIF ആണ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വെച്ചിട്ട് ഇത് ചെയ്യുന്നതാണ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഫ്രം AI ഫീഡ്ബാക്ക് ആണ് പറയുന്നത്. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതാണ് ശരിക്കും നമുക്ക് ഇതിലെവിടെ നമ്മൾ പ്ലേസ് ചെയ്യാം നമ്മുടെ ട്രഡീഷണൽ ഡെവലപ്മെന്റ് സ്കില്ല്. ഇപ്പൊ ശരത്ത് ഇതിന്റെ ഉള്ളിൽ ഡിറ്റർമിനസ് ഉള്ള കുറെ ഏരിയ ഉണ്ട് ശരത്തെ. ഹലോ ശരത്ത് ജസ്റ്റ് ഡ്രോപ്പ് ആയിരുന്നു. പോയാ നമ്മള് ഇത് ഡിസ്കസ് ചെയ്താലേ നമുക്ക് എന്താ പറയാ. ഇല്ല, ഇതാണ് നമ്മുടെ മെയിൻ. ഇതെല്ലാം ഉണ്ട്, സ്റ്റാക്ക് ഉണ്ട് ഫുള്ള്. ഇപ്പൊ നമുക്ക് അടിയിൽ നിന്ന് തുടങ്ങാം. മോണിറ്ററിങ് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. സെർവ് ചെയ്യുന്നതും ഡാറ്റ മാനേജ്മെന്റും കമ്പ്യൂട്ട് മാനേജ്മെന്റ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ക്ലൗഡ് ഇല്ല, നമുക്കിത് പ്രൊവിഷൻ ചെയ്തെടുക്കാം. ഇൻഫറൻസ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാർഡും മറ്റു സാധനങ്ങളും പിന്നെ എന്താ പറയാ ക്യാഷും ഒക്കെ ആഡ് ചെയ്യുക. പിന്നെ എന്താ പറയാ ചെയിൻ ഓഫ് തോട്ട് എങ്ങനെ. ഇനിയിപ്പോ ഞാൻ പറയട്ടെ, ഈ പവർ ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഇൻഫറൻസ് ചെയ്യാം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഡാറ്റ സെറ്റ് എഞ്ചിനീയറിംഗ്, മോഡലിംഗ് ആൻഡ് ട്രെയിനിങ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റേ ഫൈൻ ട്യൂണിങ് ആണ് കേട്ടോ. ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ആ സാധനങ്ങളെയാണ്. പിന്നെ AI ഇന്റർഫേസ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, റാഗിന്റെ ആ സാധനം ഉണ്ടാവും, ഇവാലുവേഷൻ ഉണ്ട്. ഇതാണ്. ഓക്കെ, ഇതാണ്. ഇത് ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, റാഗിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? റാഗില്ലേ മറ്റേ MLM എങ്ങനെയാ ഫിക്സ് ചെയ്യുമ്പോ അതിലുണ്ടോ സംഭവം? അങ്ങനെയല്ല, ഈ നിങ്ങൾ ML എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് എന്താണ്? സി ഇപ്പൊ ഈ റാഗ് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചാറ്റ് GPT-ക്ക് ഞാൻ അതിനെ മാസ്ക്ഡ് ലാംഗ്വേജ് മോഡൽ എന്ന് പറഞ്ഞില്ലേ സാർ, MLM. അതിനകത്ത് റാഗ് വരുമ്പോ എങ്ങനെയാ വർക്ക് ചെയ്യണെന്നാണ് ഞാൻ ആലോചിച്ചത്. തീർച്ചയായും. അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇപ്പൊ എനിക്ക് അതിന്റെ നെറ്റ്വർക്ക് ഇപ്പൊ നെക്സ്റ്റ് വേർഡ് പ്രഡിക്ഷൻ സോർട്ട് ഓഫ് ഈ ഡയഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ ഇപ്പോ ഈ നിങ്ങൾക്ക് നെക്സ്റ്റ് വേർഡ് പ്രഡിക്ഷൻ തന്നെയാണ് കൊടുക്കുന്നത്. എനിക്ക് തോന്നണത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ആ പ്രഡിക്റ്റ് ചെയ്യണ കഴിഞ്ഞിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, കോണ്ടെക്സ്റ്റ് ആയിട്ട് കൊടുത്താൽ പോരെ. അല്ല, അത് മറ്റേ നെക്സ്റ്റ് വേർഡ് പറഞ്ഞത് ഓട്ടോ റിഗ്രസീവ് ലാംഗ്വേജ് മോഡൽ അല്ലേ? അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അത് അതിന്റെ ഫംഗ്ഷൻ ആയിരിക്കട്ടെ. ഇപ്പൊ ഈ ഉള്ളിൽ അത് തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പൊ അതാവാം. ഇപ്പൊ എനിക്കത് അതിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യണം, മനസ്സിലായില്ലേ? അല്ല, ഞാനത് റാഗ് ഇങ്ങനെ MLM-ലും മറ്റേ റിഗ്രസീവ് ലാംഗ്വേജ് മോഡലിലല്ലേ എങ്ങനെ റാഗ് ഫിറ്റ് ചെയ്യും? സംതിങ് വിച്ച് മീൻ ഇട്ടു ഇതിനെ. ഇപ്പൊ എനിക്ക് അതിന്റെ ഫുൾ ഐഡിയ ഇല്ല, മനസ്സിലായില്ലേ? പക്ഷെ ഈ ഡയഗ്രം കിട്ടിയില്ല. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ എന്താ പറയാ എക്സ്റ്റേണൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണ ഇതിൽ നിന്ന് എംബഡിങ് ഒന്നും ഇല്ലാതെ മറ്റേ അഡീഷണൽ ഇത് കോസ്റ്റ്ലി ആയിരിക്കും ചിലപ്പോ, മനസ്സിലായ?
ആ നെറ്റ്വർക്ക് ട്രാവേഴ്സ് ചെയ്യേണ്ടി വരും ചിലപ്പോ ഇതെന്താന്ന് കറക്റ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ. മനസ്സിലായോ? മനസ്സിലായി. അതായത് റാഗ് എനിക്ക് അതിനകത്ത് ആദ്യം ഈ പറഞ്ഞ സാറ് പറഞ്ഞ ഡോക്യുമെന്റ്സ് റിട്രൈവ് ചെയ്യും, എന്നിട്ട് അതിനെ അതായത് അപ്ഡേറ്റഡ് ഇൻഫോ ഫെച്ച് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് ഇൻഫോർമേഷൻ പറഞ്ഞു. ഫെച്ച് ചെയ്യല്ല, അത് കോണ്ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുക. അപ്പൊ നെറ്റ്വർക്കിൽ സ്പെസിഫിക് ആയിരിക്കും, കാരണം ഇത് മൾട്ടി ഹെഡഡ് നെറ്റ്വർക്ക് ആണല്ലോ. അപ്പൊ ഒരു വേർഡിന്റെ മീനിങ് ചുറ്റുപാടുള്ള മീനിങ് ആയതുകൊണ്ട് പരമാവധി കോണ്ടെക്സ്റ്റ് കൊടുക്കും തോറും ഇവൻ നാരോ ഡൗൺ ആവുന്നത്. മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നിട്ട് ഓഗ്മെന്റ് ചെയ്യണല്ലോ പറഞ്ഞു അവിടെ. ഓഗ്മെന്റ് അതെ. അല്ല, ഇപ്പൊ ഇതിന്റെ ഉള്ളൊരു ഒരു ദാർശനിക പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, RLHF നമുക്ക് മനസ്സിലാക്കാം, ഓരോ ദിവസത്തെ ഡാറ്റ കഴിയുമ്പോൾ നെറ്റ്വർക്ക് ട്വീക്ക് ആക്കുന്നുണ്ട്. ഇപ്പൊ റാഗിന്റെ കേസിൽ മറ്റേ നെറ്റ്വർക്ക് അല്ല, വെയിറ്റ് ട്വീക്ക് ചെയ്യുന്നുണ്ട്. റാഗിന്റെ കേസിൽ വെയിറ്റ് ട്വീക്ക് ചെയ്യുന്നില്ല. അപ്പോ ഇവര് എംബഡിങ് ആയിട്ട് എടുത്തു വെച്ചിട്ട് ഇപ്പൊ സെയിൽസ് ഡാറ്റ എന്ന് വിചാരിക്കുക. അപ്പൊ ഇന്നലത്തെ സെയിൽസ് ഡാറ്റ വേണമല്ലോ അവിടെ, എന്നാലേ ഇന്നത്തെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് അവർ നെറ്റ്വർക്കിന്റെ ഭാഗമാക്കണേ, അത് റിട്രീവലിന്റെ ഭാഗമാക്കണേ എങ്ങനെയാന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. മനസ്സിലായോ? ഇതിന്റെ ഉള്ളിലൊരു കളി ഇരിക്കുന്നതെന്ന് വെച്ചാല്, ഇന്റർനെറ്റിന് അതുമാതിരി ഇപ്പൊ ചരിത്രത്തിന്റെ ഭാഷ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഇന്റർനെറ്റിന്റെ കളക്റ്റീവ് വിസ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും ചിന്തിക്കുന്ന സാധനം ഓൾറെഡി അവിടെ ഉണ്ടാവും എന്നുള്ളൊരു അസംഷൻ ഉണ്ട് ഇവിടെ. മനസ്സിലായോ? നിങ്ങളുടെ കസ്റ്റം ഡാറ്റ കൊടുക്കുമ്പോൾ വെയിറ്റ് ചേഞ്ച് ചെയ്യാതെ അത് കോണ്ടെക്സ്റ്റ് സെർച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ജനറേറ്റ് ചെയ്ത ഡാറ്റയ്ക്ക് തത്തുല്യമായ എന്തെങ്കിലുമൊക്കെ അവിടെ വേണം. ഞാനതാ കാണുന്നത്. എനിക്ക് ഇനി ആരും പറഞ്ഞു തന്നെ എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ കിട്ടിയ അതായത് ലാങ് ചെയിനിലോ, അതായത് പിന്നെ ചെയിൻ ഓഫ് തോട്ടിലോ, റാഗിലോ നെറ്റ്വർക്കിന്റെ വെയിറ്റ് ട്വീക്ക് ചെയ്യുന്നില്ല എന്നാണ് എല്ലാ ഡോക്യുമെന്റേഷനും ഇവരും പറയുന്നത്. മനസ്സിലായില്ലേ? RLHF മാത്രമാണ് നെറ്റ്വർക്കിന്റെ വെയിറ്റ് ട്വീക്ക് ചെയ്യണേ. അപ്പോ സെയിൽസ് റിപ്പോർട്ടിൽ നിന്നൊക്കെ ക്വയറി ചെയ്യാനും മറ്റേതൊക്കെ, മനസ്സിലായില്ലേ? ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ് എങ്ങനെയാണ് അത് ചെയ്യണമെന്നുള്ളത്. പിടി കിട്ടിയ നിങ്ങൾ എംബഡിങ് എടുത്തു വെച്ചാലും ഇതിപ്പോ എംബഡിങ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണേ. മനസ്സിലായില്ലേ? അപ്പൊ അത് എന്താന്നുള്ളത് നമുക്ക് ഇതിപ്പോ എംബഡിങ് വെച്ചിട്ടുള്ള ഇത് SQL റിസൾട്ട് എടുത്ത് അങ്ങോട്ട് പമ്പ് ചെയ്യാം, ജനറേറ്റ് മോഡലിൽ നിന്ന് റെസ്പോൺസ് കിട്ടും. ഈ ഇത് ഇവിടെ കിട്ടിയ, അതായത് നമ്മള് പൈത്തന്റെ കോഡ് അല്ലെങ്കിൽ C# കോഡ്, അപ്പൊ ടോക്കൺസ് മാറുമായിരിക്കും. മനസ്സിലായോ? എല്ലാം മെത്തേഡ് അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ മോഡലാ. ഇത് ഓക്കെ. അപ്പൊ ഇതാണ് ഒരു സിംപ്ലിഫൈഡ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കമ്പനിയിൽ സെക്യൂരിറ്റി പറയണമെങ്കിൽ ഇന്റേണൽ നെറ്റ്വർക്കിൽ ഉണ്ടാക്കണ ഇതായിരിക്കും ഒരു മനസ്സിലായി.
ഈ ഇവിടെ ഉണ്ടല്ലോ ഈ ഇൻപുട്ട് ഗാർഡ് റെയിൽസിലും ഔട്ട്പുട്ട് ഗാർഡ് ട്രഡീഷണൽ മെഷീൻ ലേണിംഗ് ശരിക്കും ഉപയോഗിക്കണ്ടാവും. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രേഡിയൻ ബൂസ്റ്റിംഗ് അങ്ങനത്തെയൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായി. സ്കോറിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണ്ടേ, ട്രഡീഷണൽ മെഷീൻ ലേണിംഗ് സ്കോർ മതിയോ, AUC അങ്ങനത്തെ F1 അങ്ങനെ പലതരം മെട്രിക്സ് ഉണ്ട്. ഇത് ഒരു റൗട്ടർ ആഡ് ചെയ്യുന്നു. ഇവിടെ PI റീഡയറക്ഷൻ എഴുതിയിട്ടുണ്ടല്ലേ? PIA പേഴ്സണലി ഐഡന്റിഫൈഡ് ഇൻഫർമേഷൻ ഉണ്ട്. സേഫ്റ്റി വെരിഫിക്കേഷൻ, സ്ട്രക്ചർഡ് ഔട്ട്പുട്ട്. ഇത് വരുമ്പോ റൗട്ടിങ് വരും. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേ കുബർനെറ്റസിനൊക്കെ ഇത് കൊടുക്കൂലേ, API ഗേറ്റ് കൊടുക്കൂലേ? കണ്ടോ അവിടെ സെൽഫ് ഹോസ്റ്റഡ് മോഡൽസ് ഉണ്ട് കേട്ടോ. ഇത് ഇത്രയും കൂടി ഇതൊക്കെ എത്തിയപ്പോഴേക്കും ഒരു അത്യാവശ്യം പവർഫുൾ ആയി. പക്ഷെ അവര് ഫൈനൽ മോഡൽ ഇതാ പറയണത്. ഇവിടെ ഒരു സാധനം കൂടി വേണം കേട്ടോ. ഇവിടെ ഏതൊക്കെ ട്രഡീഷണൽ സോഫ്റ്റ്വെയറിന്റെ ആവശ്യമുണ്ട് അല്ലേ വെച്ചാൽ? ഇതിപ്പോ ആക്ഷൻസ് ട്രഡീഷണൽ സോഫ്റ്റ്വെയർ ആയിരിക്കുമല്ലോ. ഷുവർ ആയിട്ട്. ഇത് ഡാറ്റാബേസ് ട്രഡീഷണൽ സോഫ്റ്റ്വെയർ ആയിരിക്കും, ക്യാഷ് ആയിരിക്കും, വെക്ടർ ഡാറ്റാബേസ് ഉണ്ടാവും. മോഡൽ ഗേറ്റ്വേ ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു യൂണിഫൈഡ് API ഫോർ ഔട്ട്സൈഡ് ഇത് കൊടുക്കാനല്ലേ? അല്ലെങ്കിൽ മോഡൽ സെലക്ഷൻ. സ്കോറിംഗ് ഒന്നും കസ്റ്റം ചെയ്യൂലല്ലോ? ചെയ്യോ? ഷുവർ ആയിട്ട് ജനറേഷൻ കഴിഞ്ഞിട്ടാ സ്കോർ ചെയ്യണേ. അപ്പൊ അത് നോക്കണം. അതായത് ഇവരുടെ റിസൾട്ടിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണേ, മോണിറ്ററിംഗ് ടൂൾ എങ്ങനെ ഇതിൽ ഫിറ്റ് ചെയ്യും. അതേ മോണിറ്ററിംഗ് പുറത്തുനിന്നാണോ? പക്ഷെ മെട്രിക്സ് കളക്ട് ചെയ്യണമല്ലോ. ഏത് അങ്ങനെയല്ല, ഫെച്ചിങ്ങിന്റെ ഇൻഫറൻസിന്റെ മെട്രിക്സും കളക്ട് ചെയ്യണം. കിട്ടിയ മെട്രിക്സിന്റെ ഔട്ട്പുട്ട് എന്താന്നുള്ളത് നോക്കേണ്ട കാര്യമല്ലേ? ഒരു ഫീഡ്ബാക്ക് ആക്ഷനും ഒരു ഫീഡ്ബാക്ക് ലെയർ. അതായത് ഈ പലരും പറയണെന്ന് വെച്ചാൽ ഈ മറ്റേ ഇതില്ലേ നമ്മുടെ കമ്പൈൽ ചെയ്യുമ്പോ വരുന്ന ബഗ്ഗൊക്കെ എടുത്തിട്ട് ഇതിനെ ഫീഡ് ചെയ്യണം എന്ന് പറയണേ. അപ്പൊ ക്വാളിറ്റി അഷുറൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നു. പിന്നെ ഇത് സീക്വൻസ്, ഇത് മുകളിലത്തെ LSTM അങ്ങനത്തെ നെറ്റ്വർക്ക്സ് ആണ്. ഇത് മൾട്ടി ഹെഡഡ് അറ്റൻഷനിലുണ്ട്. കണ്ടോ ഓരോ വേർഡ്സും മറ്റ് വേർഡ്സ് ആയിട്ട് എങ്ങനെ റിലേറ്റഡ് ആണെന്നുള്ളത് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മൊത്തം ഇത് മറ്റേ സ്പാനിഷ് ആണെന്നാണ്. ഇതാണ് ഇവരുടെ അറ്റൻഷൻ. ഇത് ഈ ബാക്ക് പ്രൊപ്പഗേഷൻ ത്രൂ ടൈമിന് പകരം
അവരിത് ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ചറാണ്. ഇപ്പൊ QKV ലേൺ ചെയ്തെടുക്കും എന്നുള്ളതാണ്. വേറൊരു ഡയഗ്രം കൂടി ഉണ്ട്, അത് ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ 3 വെക്ടേഴ്സ് ലേൺ ചെയ്തെടുക്കും ബാക്ക് പ്രൊപ്പഗേഷൻ വഴി. ഇനിയിപ്പോ നമ്മള് എൻകോഡർ ഡീകോഡർ നെറ്റ്വർക്ക് എന്താണ്? ഇപ്പോ ബർട്ടിനും GPTക്കും വേറെ ഒരു സൈഡ് എൻകോഡർ ആണ് സ്റ്റോർ ചെയ്ത് വെക്കണേ, മറ്റേത് ഡീകോഡർ. എന്തോ അതിന്റെയൊക്കെ എന്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. നമുക്ക് ഇതൊന്ന് സമപ്പ് ചെയ്താലോ? അപ്പോ ഇന്ന് നമ്മുടെ ചർച്ച തുടക്കമാണ്. ഇതൊരു എന്താ പറയാ, ഈ ഷൂട്ടിംഗ് ഇൻ ദ ബ്ലൈൻഡ് അലൈ എന്ന് പറയാം. അതായത് എഞ്ചിനീയറിംഗ് ചെയ്തിട്ടില്ല കുറെ ആൾക്കാരായിട്ട് എവിടെയൊക്കെ ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ബുക്കിന്റെ കീ ഡയഗ്രാംസ് എടുത്ത് വെച്ചിട്ട് ഒരു ഡിസ്കഷൻ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ മേ ബി ഈ ഗീബൽസ് പറയണ മാതിരി LI ടോൾ hundreds of times however become truth എന്ന് പറഞ്ഞ മാതിരി iteratively each time when we echo it or say it നമുക്ക് ബെറ്റർ ആവും നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോ റിഗ്രസീവ് LM എന്താണ്, മാസ്റ്റർ LM എന്താണ്? ഈ ഓട്ടോ റിഗ്രസീവ് LMന്റെ ഉദ്ദേശം പ്രീവിയസ് ടോക്കനെ ബേസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ടോക്കൺ പ്രഡിക്റ്റ് ചെയ്യാണ്. ഇനിയിപ്പോ അത് വെച്ചിട്ട് അടുത്ത ടോക്കൺ വിത്ത് യു വിൽ ഗെറ്റ് പ്രോബബിലിറ്റീസ്. അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രോബബിലിറ്റി ടോപ്പ് 90% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ടോപ്പ് 10 വെയിറ്റ് ചെയ്തിട്ട് അതെടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ പല മെട്രിസസ് ഉണ്ട്. ടെമ്പറേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് അപ്പോൾ ഒരു സ്റ്റോക്കാസ്റ്റിക് ഔട്ട്പുട്ടാണ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ്. അപ്പൊ ബേസിക്കലി എല്ലാ LMസും ഒരു നെക്സ്റ്റ് വേർഡ് പ്രൊഡിക്റ്റർ. ഇപ്പോൾ ഇവൻ മാസ്റ്റർ LM പോലും ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ബിക്കോസ് ഓഫ് ദി നേച്ചർ ഓഫ് ദി ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ, ഈ ക്രോസ് ദ റോഡ് പോലും ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നെക്സ്റ്റ് വേർഡ് പ്രൊഡിക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഹാസ് ദർ ഇസ് സം സ്ലൈറ്റ് വേരിയേഷൻ ഹൗ ഇറ്റ് ഈസ് ബീങ് ട്രെയിൻഡ്. പിന്നെ ഈ ഇപ്പോഴത്തെ മോഡൽസ് മൾട്ടി മോഡലാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ അറിവ്, മോസ്റ്റ് ഓഫ് us ആർ ന്യൂ ടു ദിസ്, ഈ ഇമേജ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ട്, പക്ഷേ ദേ ആർ നോട്ട് യൂസിങ് ഇറ്റ്. ഇത് ട്രാൻസ്ഫർ ലേണിങ്ങിന് വേണ്ടിയുള്ള ടെക്സ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിഷ്വൽ ടോക്കണെ അനോട്ടേറ്റ് ചെയ്യാണ്. എന്നിട്ടാണ് മൾട്ടി മോഡൽ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള മീഡിയാസ് ഈ LLMന് പ്രഡിക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫൗണ്ടേഷൻ ലാംഗ്വേജ് മോഡൽസ് ഒക്കെ, ലാംഗ്വേജ് മോഡൽ ഇപ്പൊ ഓപ്പൺഎയുടെ GPT O1 അങ്ങനെയൊക്കെ പറഞ്ഞ സാധനങ്ങൾ, ഈ ക്ലോഡ്, പിന്നെ ഗൂഗിളിന്റെ ബാർഡ്, ഇങ്ങനത്തെ നെറ്റ്വർക്ക്സ് അവൈലബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസറിന് വേണ്ടിയും മറ്റേ ട്രാൻസ്ലേഷന് വേണ്ടിയും മറ്റേ എന്താ പറയാ റിക്വയർമെന്റ്, പല സെന്റിമെന്റ് അനാലിസിസ്, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ട്രെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, every enterprise requires at least ഒരു AI engineering infrastructure to give task specific training based on the data which is very private to that organization. But that can open up a large opportunity for developers. ഇന്നലെ നമ്മൾ സംസാരിച്ച മാതിരി 6 ഏരിയാസിൽ എന്തായാലും അധികം ചേഞ്ചസ് ഇല്ല. ഹാർഡ്വെയർ, ഓക്കെ, let us leave that to NVIDIA's and the Texas Instruments and Siemens and those kind of things. Okay, Siemens കുറച്ചുകൂടി ഒരു ഹാർഡ്വെയർ, ഓക്കെ, ഒരു ഡിവൈസ് മാനുഫാക്ചറിങ് കമ്പനി ആയിട്ടുണ്ട്. പിന്നെ ഈ ഫേംവെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, മിഡിൽ വെയർ, ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ്, പിന്നെ ഓർക്കസ്ട്രേഷൻ ലെയർ ബിൽഡ് ചെയ്യുക. ഈ ഏരിയാസിൽ നല്ല എന്താ പറയുക, പ്രോഗ്രാമേഴ്സ് ഹാസ് ടു റീസ്കിൽ ദംസെൽഫ് ഇൻ ഓർഡർ ടു ബി കോൾഡ് എ സീരിയസ് പ്രോഗ്രാമർ. ബട്ട് ഡൗൺ സ്ട്രീം, അതായത് പീപ്പിൾ സെൻട്രിക് റോളിലുള്ളവരെ ഓട്ടോമേറ്റ് ചെയ്തിട്ട് കിട്ടുന്നതാണ് മിക്ക കമ്പനികൾക്ക് നല്ലത്. അപ്പോൾ ഒരു ഫേം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഈ AI ഓപ്പറേഷണലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ മോട്ടിവേഷൻ. പിന്നെ ഇപ്പൊ ഇതാണ് ഒരു ടിപ്പിക്കൽ ഒരു ലോജിക്കൽ വ്യൂ വേണ്ടത്. അതായത് ലാർജ് നമ്പർ ഓഫ്
ടെക്സ്റ്റ് ഡംപ് ചെയ്തിട്ട് ഒരു അൺസൂപ്പർവൈസ്ഡ് അല്ലെങ്കിൽ സെൽഫ് സൂപ്പർവൈസ്ഡ് പ്രീ ട്രെയിനിങ് നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് അതിനെ ഒരു സൂപ്പർവൈസ്ഡ് മോഡൽ നെറ്റ്വർക്ക് വെച്ചിട്ട് പിന്നെ ഹ്യൂമൻ ഫീഡ്ബാക്കും റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗും വെച്ചിട്ട് എന്താ RL ഇത് ഈ RLHF എന്നതിനെ വിളിക്കുന്നത് RLAIF ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു ഫൈനൽ മോഡൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഈ ഫൈനൽ മോഡൽ ഉണ്ടാവുന്ന ഒരു വെയിറ്റ് ട്വീക്കാണ്ട് റാഗിന് വെയിറ്റ് ട്വീക്ക് ആവുന്നില്ല. അപ്പോൾ ഇതാണ് ടിപ്പിക്കൽ സ്റ്റാക്ക് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ക്ലൗഡ് മാനേജ്മെന്റ് നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം. മോഡൽ ഡെവലപ്മെന്റിലാണ് എഞ്ചിനീയറിംഗ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിലാണ് എന്റർപ്രൈസിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അപ്പോൾ ഈ അവിടെയും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ അസൂർ ഫൗണ്ടറി, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, പിന്നെ റാഗ്, ഡോക്യുമെന്റ് എങ്ങനെ ഇത് ചെയ്യാം, എംബഡിങ് എങ്ങനെ ചെയ്യാം, വെക്ടർ ഡാറ്റാബേസ് എങ്ങനെ ഉപയോഗിക്കാം, അതൊക്കെ ട്രഡീഷണൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് തന്നെയാണ്. പിന്നെ ഓഫ്കോഴ്സ് കാഫ്ക, സ്പാർക്ക്, മറ്റേ റിലേഷൻ ഡാറ്റാബേസ് അതൊക്കെ ബാക്ക് ബോൺ ആയിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു നൈവ് ആയിട്ടുള്ള അപ്രോച്ചാണ്, അതായത് ഒരു യൂസർ അപ്രോച്ച് ഇതാണ്. അപ്പോൾ നെക്സ്റ്റ് റാഗ് എന്താണെന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റാഗ് എന്ന് പറയുമ്പോൾ റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ. നിങ്ങൾ പ്രീ സ്റ്റോർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ യു വിൽ ബി ഏബിൾ ടു വാക്ക് ത്രൂ ദ നെറ്റ്വർക്ക് ആൻഡ് ദെൻ സീറോ ഇൻ ഓൺ ടു വാട്ട് യു ആർ സപ്പോസ് ടു ഡു. അത് കുറച്ചും കൂടി പ്രീ പ്രോസസ് ചെയ്ത് അത് എംബഡിങ് ആക്കി മാറ്റി വെച്ചിട്ട് APIs വെച്ചിട്ട് നിങ്ങൾ ഈ ജനറേറ്റ് ഡാറ്റ ജനറേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് ഇത് ചെയ്യണം. അപ്പോൾ റാഗ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു text or embeddings. It can use relational table data as well, which will be translated into text, and then it will be sent to generative model. പിന്നെ ഈ ഫൈൻ ട്യൂണിങ് നടക്കുമ്പോൾ നമുക്ക് സ്പെസിഫിക് മോഡ്യൂൾസ്, ഇപ്പോൾ ഈവൻ പൈത്തൺ കോഡ് ജനറേറ്റ് ചെയ്യാൻ, അപ്പോൾ ഒരു കമ്പനി C# ഷോപ്പാണ്, അവിടുത്തെ കോഡിന്റെ മുകളിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണുന്ന കോഡിന്റെ കമ്പാറ്റബിൾ കോഡ് ചെയ്യും. ഒരു പബ്ലിക് ഇന്റർനെറ്റിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഹ്യൂജ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോഡിംഗ് LLMസിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ C# ജാവ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിന് വേണ്ടി അവിടുത്തെ ലാർജ് ഇപ്പൊ മൈക്രോസോഫ്റ്റ് thousands of lines of C# കോഡ് ഉണ്ട്. അതിന്റെ മുകളിൽ അവരുണ്ടാക്കുകയാണെങ്കിൽ ദേ വിൽ ബി, അല്ലെങ്കിൽ എനി കമ്പനി അവരുടെ കോഡിന്റെ മുകളിലാണ് എല്ലാം ഉണ്ടാക്കണമെങ്കിൽ അത് പ്രഡിക്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി കോഡ് പാറ്റേൺ അവിടെ കാണുന്നതിനനുസരിച്ചായിരിക്കും. അത് സം കൈൻഡ് ഓഫ് റിസർച്ച് എന്തായാലും ഫ്യൂച്ചറിൽ നടക്കും. ഇതാണ് ഒരു അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ കോണ്ടെക്സ്റ്റ് കൺസ്ട്രക്ഷൻ, അതായത് റാഗ് ഏജന്റ് എങ്ങനെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഗാർഡ് റെയിൽ ആഡ് ചെയ്യുക, പിന്നെ റൗട്ടിംഗ് ഫെസിലിറ്റി, പിന്നെ API ഗേറ്റ്വേ, മോഡൽ ഗേറ്റ്വേ എന്താണെന്നുള്ളത് മറ്റേ ആഡ് ചെയ്യുക, പിന്നെ ഈ ക്യാഷ് ആക്ഷൻസ്, പിന്നെ വേണമെങ്കിൽ ഫീഡ്ബാക്ക്. അപ്പം അങ്ങനെ ഈ ഓരോ സ്റ്റെപ്പും നോക്കുകയാണെങ്കിൽ ബെൽസ് ആൻഡ് വിസിൽസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ആർക്കിടെക്ചറൽ സ്കീം ഉണ്ടെങ്കിൽ then with your traditional software engineering skills definitely one can be part of this bandwagon എന്നാണ് മനസ്സിലായേക്കണേ. അപ്പോൾ at least while preparing this and then discussing I learned a lot about, or I got a lot of information from where I should actually look it up. അപ്പോൾ കമ്മിങ് വീക്സിൽ ഓരോ ഇപ്പോൾ റാഗിനെ കുറിച്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ നെറ്റ്വർക്കിനെ കുറിച്ച്, ചിലപ്പോൾ അറ്റൻഷൻ മെക്കാനിസത്തെ കുറിച്ച്, LSTM CNN കുറിച്ചൊക്കെ മറ്റേ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം. അല്ലേ?